കർത്താവിനെ മഹത്വം. എല്ലാ വിശുദ്ധന്മാർക്കും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വന്ദനം അറിയിക്കുന്നു. അതീവ പ്രാധാന്യമുള്ള ഒരു വചന പഠനത്തിലേക്ക് നിങ്ങളെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വേദപുസ്തകത്തെയും ദൈവവചനത്തെയും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവജ്ഞാനത്തെയും സ്വീകരിപ്പാൻ നിങ്ങളുടെ ആത്മദൃഷ്ടിയെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃശ്യ ദൈവം പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പല ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണമാണ് നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ മറുപടി തരാറുള്ളത്. കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വളരെ ബഹുമാന്യനായ നമ്മുടെ ഒരു സഹോദരൻ ചോദിച്ചു. ചോദിച്ചത്, നമ്മുടെ എല്ലാവരും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികള്, അവരുടെ പ്രിയപ്പെട്ടവർ വിടവാങ്ങുമ്പോൾ ശ്മശാനത്തിലേക്കും മറ്റ് ഇതര ശുശ്രൂഷകളിൽ വ്യാപൃതരാകുമ്പോഴൊക്കെ പൊതുവായിട്ട് പറയുന്ന ഒരു വാക്ക്, ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. പൊതുവായിട്ട് പറയുന്ന ഒരു വാക്ക്, നമ്മുടെ പ്രിയ സഹോദരൻ, പ്രിയ അപ്പച്ചൻ, പ്രിയ അമ്മച്ചി, പ്രിയ മകൻ, അല്ലെങ്കിൽ ഇങ്ങനെ പല വിധത്തിലുള്ള ആളുകളാണ്. അവരെല്ലാവരും കഷ്ടതയും പട്ടിണിയും ദുഃഖവും ഒന്നുമില്ലാത്ത ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു എന്ന് നമ്മുടെ ശ്മശാനങ്ങളിൽ പറയാറുണ്ട്. മാത്രമല്ല, നമ്മുടെ എനിക്ക് തോന്നുന്നു ഫ്യൂണറലിന്റെ സമാപന നിമിഷം അവര് പറയുന്നൊരു വാക്യമുണ്ട്. അത് ദാനിയേലിന്റെ പ്രവചനം 12-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ഇത് എല്ലാ ശ്മശാനത്തും സമാപന നിമിഷം ആ ശരീരം കൊണ്ടുവന്ന്, മൃതശരീരം കൊണ്ടുവന്ന് ആ കല്ലറയിലേക്ക് ഇറക്കി വെച്ച് കയ്യിൽ ഒരു പിടി മണ്ണും വാരി, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്ന് പറയാത്ത ഒരു അച്ഛനും ഇല്ല, ഒരു പാസ്റ്ററും ഇല്ല, ഒരു മതനേതാവും ക്രിസ്ത്യാനിത്വത്തിലില്ല. എവ്രിബഡി, എല്ലാവരും പറയുന്നത് നീ പോയി വിശ്രമിച്ചു കൊള്ളുക. ഇതിനൊരു പ്രധാന വിഷയം, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങളെ മനസ്സിലാക്കാനായി ഒന്ന് ഇവര് ശ്രമിക്കുന്നില്ല, മനസ്സിലാണെങ്കിൽ പോലും അത് പറയുന്നില്ല. ഈ ക്രിസ്തീയ സമൂഹം പറയുന്ന, ഈ ശ്മശാനത്തിൽ പറയുന്ന ഈ വാക്കുകൾ അത് റിയാലിറ്റി ആണെന്ന് അവർ വിശ്വസിക്കുന്നു എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വന്നു എന്നത് പരമയാഥാർത്ഥ്യം. കാരണം കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വന്നെങ്കിൽ മാത്രമേ ഉയർത്തെഴുന്നേൽപ്പുണ്ടാവത്തുള്ളൂ, ദൈവസന്നിധിയിൽ പ്രവേശനം ഉണ്ടാവും, അല്ലെങ്കിൽ സ്വർഗത്തിലെത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പൊ ഇവര് പറയുന്ന കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു എന്ന് നാടുനീളെ ഘോഷിക്കുന്ന ഇവർ മരണത്തിന്റെ അന്ന് അവരുടെ വാക്കുകളിലും പ്രസംഗങ്ങളിലും അൺകോൺഷ്യസ്ലി അവർ വിളിച്ചു പറയുന്നു, കർത്താവ് വന്നു കഴിഞ്ഞു, ഈ സഹോദരൻ മരിച്ചതാണ്ട് ദൈവസന്നിധിയിൽ പ്രവേശിച്ചിരിക്കുന്നു, ദൈവസന്നിധിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ദൂതന്മാരോട് കൂടെ 1000 വിശുദ്ധന്മാരോടുകൂടെ സ്വർഗത്തിൽ ഇമ്പമില്ലാത്ത ഇമ്പങ്ങളുടെ പറുദീസായിൽ ബയൂലാദേശത്ത് അവന്റെ ദൈവത്തിന്റെ ദിവ്യ സാന്നിധ്യത്തിൽ ജീവവൃക്ഷത്തിന്റെ ഖനി ഭക്ഷിച്ചുകൊണ്ട് അവർ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. ഇത് പറയാത്ത ഏതെങ്കിലും ഒരു പാസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ ഇതേ പാസ്റ്റർ പുറത്തിറങ്ങി പറയും കർത്താവ് വരാൻ പോകുന്നു. അപ്പം ഇതിന് പ്രശ്നം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ക്രൈസ്തവ സഭയെ ഗ്രസിച്ചിരിക്കുന്ന ഒരു പഠന വൈകല്യമാണ്. ഇവരുടെ കുഴപ്പമല്ല, ഇവരുടെ ആത്മദൃഷ്ടി ആ മേഖലയിൽ പ്രകാശിക്കാത്തത് കൊണ്ട് അൺകോൺഷ്യസ്ലി ഇവർ പറയുകയാണ് കർത്താവ് വരും. ഞാൻ ഇന്നത്തെ ഈ മെസ്സേജിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അപ്പച്ചനും നിങ്ങളുടെ അമ്മച്ചിയും നിങ്ങളുടെ പാസ്റ്ററും നിങ്ങളുടെ ബിഷപ്പും, എന്തിനു കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയും സകല പുള്ളികളും ഒരൊറ്റ ഒരുത്തർ സ്വർഗത്തിലേക്ക് വന്നിട്ടില്ല. ഇത് നിങ്ങൾ നിക്കാവിശ്വാസ പ്രമാണമൊക്കെ വിളിച്ചു പറയുന്നവര് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ പള്ളിയിലും ബിഷപ്പോ കാലം ചെയ്ത കർദിനാളോ ഉണ്ടല്ലോ, ഒത്തിരി വലിയ വലിയ മനുഷ്യരുണ്ട്, അവരാരും തന്നെ സ്വർഗത്തിൽ പോയിട്ടില്ല. കാരണം
കർത്താവ് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഇതാണ് ഈ ഫുൾഫിൽഡ് എസ്കറ്റോളജിയുടെ മഹത്വം. ഫുൾഫിൽ എസ്കറ്റോളജി അല്ലെങ്കിൽ പ്രിട്രിസം എന്ന് പറയുന്ന ഈ മനോഹരമായ കവനന്റ് എസ്കറ്റോളജിയുടെ മഹത്വം നമ്മൾ പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, മരിച്ചവർ വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ പ്രവേശിച്ചു എങ്കിൽ യേശു ക്രിസ്തു മടങ്ങി വന്നു എന്നത് പരമയാഥാർത്ഥ്യം. ഞങ്ങളെ പുച്ഛിക്കുകയും ഞങ്ങൾ ദുരുപദേശകരാന്നൊക്കെ മുദ്രകെത്തുകയും ചെയ്യുന്ന അന്ത്യകാല പ്രഭാഷകന്മാരോട് ഞാൻ പറയാം, നിങ്ങൾ അറിയാതെ തന്നെ ശ്മശാനത്തിൽ, മരണവീട്ടിൽ, ശവശരീരത്തിന്റെ മുൻപിൽ നിങ്ങൾ അറിയാതെ അൺകോൺഷ്യസ്ലി നിങ്ങൾ വിളിച്ചു പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു 1950 വർഷത്തിനും AD 70 വന്നു കഴിഞ്ഞു. ഇത് ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. അൺകോൺഷ്യസ്ലി അവരെ ബോധമില്ലാതെ പറയും. കാരണം മിശിഹാതമ്പുരാൻ വന്നില്ല എങ്കിൽ ഒരൊറ്റയാൾ പോലും പറുദീസയിൽ പോകത്തില്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. അവർക്ക് പ്രവേശനങ്ങളില്ല. ഞാൻ അതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് കുറച്ച്, ഇത് 1-2 പാർട്ടായിട്ട് തന്നെ എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയിലേക്കൊന്ന് പോകാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ മരിച്ചവരാ എവിടെയാണ്? ഓൾഡ് ടെസ്റ്റമെന്റിൽ മരിച്ചവരാ എവിടെയാണ്? ഈ ഓൾഡ് കവനന്റിൽ ആദം മുതൽ, ഞാൻ ഇപ്പോഴും പറയും, ആദം എന്ന് പറയുന്ന കവനന്റ് മാൻ. ആദം എന്ന് പറയുന്ന ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യനല്ല. അതാദ്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. ഭൂമിയിൽ ആദമിന് മുമ്പ് മനുഷ്യരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഉടമ്പടിയിലേക്ക് വന്ന ആദ്യത്തെ മനുഷ്യൻ ആദമാണ്. ആദാമ്യ പരമ്പരയിലാണ് ദൈവിക കവനന്റ് കിടക്കുന്നത്. അപ്പൊ ആ കവനന്റൽ ഡെത്ത്, ഈ കവനന്റൽ ഡെത്ത് ഇസ് നോട്ട് എ ഫിസിക്കൽ ഡെത്ത്. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കുക, ഫിസിക്കൽ. അതുകൊണ്ടാണ് നീ തിന്നുന്ന നാളിൽ, ആ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വിഷയം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറയുമ്പോൾ ദാറ്റ്സ് നോട്ട് ഫിസിക്കൽ ഡെത്ത്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഫിസിക്കൽ റിസറക്ഷനും ഇല്ല. അതായത് ബൈബിളിൽ ഒരിടത്ത് പോലും മർത്യമായ മണ്ണിലേക്ക് പോയ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ബൈബിളിൽ ഇല്ല. പക്ഷെ അത് നമ്മുടെ ഇടയിൽ അതില്ലെങ്കിൽ പോലും പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കണേ, ബൈബിളിൽ ഇല്ലാത്ത കാര്യമൊക്കെ പ്രസംഗിക്കുന്നതിനെ അവർ നമ്മൾ വിളിക്കുന്ന പേരെന്തോ, വചനത്തിന് വേണ്ടി നിൽക്കുന്നവരെന്ന്. ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. പക്ഷെ ബൈബിളിലുള്ള കാര്യം പറയുന്നവർ വചനവിരുദ്ധരാണ്. എന്തൊരു ഗതികേടാന്ന് നോക്കി. സത്യം പറഞ്ഞാൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ, ഒരു ബൈബിൾ ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്നതിന് ഒരു ഗതികേടായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സത്യം പറയുന്നവർ ദുരുപദേശന്മാരും പൊട്ടത്തരം പറയുന്നവരെല്ലാം വേദപണ്ഡിതന്മാരും. മരിച്ച ശരീരം, മൺശരീരം ഉയർക്കുന്ന ഒരു ഒറ്റ വാക്യം ബൈബിൾ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞ 2 പദങ്ങളാണ്. ഇംഗ്ലീഷിൽ അതിങ്ങനെ റിസറക്ഷൻ ഫ്രം ദ ഡെഡ് നമ്മൾ വായിക്കാൻ പറ്റും. പൗലോസിന്റെ എഴുത്തുകളിൽ വായിക്കാൻ പറ്റും. പുതിയ നിയമത്തിൽ വായിക്കും റിസറക്ഷൻ ഫ്രം ദ, മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം. രണ്ടാമത്തത് റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, മരിച്ചവരുടെ പുനരുത്ഥാനം. മരിച്ച മൺമറഞ്ഞു പോയ, ദ്രവീകരിച്ചു പോയ, അല്ലെങ്കിൽ ഇത് പറയുന്നത് ദ്രവത്വം സംഭവിച്ച മണ്ണോട് ചേർന്ന ആ ശരീരം തിരികെ വരുമെന്ന ഒരു ക്ലൂ പോലും വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല. പക്ഷെ നമ്മുടെ സഭയിൽ അത് പ്രോമിനന്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം അത് ഈ മരണം എന്താണെന്ന് ഇതുവരെ അറിയാത്ത ആളുകളാണ് ഇത് കൂടുതലായിട്ട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ മരണം കവനന്റ് ഡെത്ത്. അപ്പൊ ഈ മരിച്ചു പോകുന്ന മുഴുവൻ ആളുകൾ അണ്ടർ ദ ലോ, ദേ വർ അണ്ടർ ദ കസ്റ്റഡി ഓഫ് ഡെത്ത്. ഇവര് മരണത്തിന്റെ അധീനതയിലാണ്. മരണം എന്ന് പറയുന്ന യജമാനന്റെ കീഴിൽ അവര് അടിമകൾ. കാരണം ബിക്കോസ് ഓഫ് ദ ലോ, ദേ വർ അണ്ടർ ദ ലോ. അപ്പം ന്യായപ്രമാണത്തിന്റെ കീഴിൽ, ന്യായപ്രമാണം മരണത്തിന്റെയും പാപത്തിന്റെയും മരണത്തിന്റെയും ശുശ്രൂഷ ആയതുകൊണ്ട് മരിച്ചു പോകുന്ന ഏവരും പാതാളത്തിൽ, ഹീബ്രുവിൽ നമ്മൾ നോക്കിയാൽ ഷിയോളിൽ, ഹീബ്രുവിൽ അത് ഗ്രീക്ക് വരുമ്പോൾ ഹേഡീസില്, പാതാളത്തില് അവർ വിശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ദാനിയേലിനോട് പറഞ്ഞത്, നീയോ പോയിക്കൊള്ളുക, കാലാവസ്ഥ ഇങ്ങോട്ട് പോയിക്കൊള്ളാനാ പറഞ്ഞത്. നിന്റെ അതല്ലേ പറഞ്ഞ, അവര് മരിച്ച് തങ്ങളുടെ പിതാക്കന്മാരോടുകൂടെ ചേർന്ന്, എവിടെ ചേർന്ന്? പിതാക്കന്മാരെല്ലാവരും എവിടെയാ? ഹേഡീസിലാണ്. സോ അവരുടെ സോൾസ് നേരെ എങ്ങോട്ട് പോകുന്നു? ഹേഡീസിലേക്ക് പോകുന്നു. ഹേഡീസിൽ അവർ വിശ്രമിക്കുക, ഉറങ്ങുകയാണ്. അതാണ് പറയുന്നത്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നത്. ദേവർ സൈലൻസ്, ദേവർ സ്ലീപ്പിംഗ്. സ്ലീപ്പിംഗ് മീൻസ് അറിയാലോ നമുക്ക്. അപ്പൊ നമ്മൾ ചോദിക്കും, എത്ര വർഷമായിട്ട് അവർ ഉറങ്ങും? ആദം എത്രയോ വർഷങ്ങളായിട്ട് ഉറങ്ങുന്നില്ലേ? ഞാൻ അതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാം. ഈ ഉറങ്ങുക, ഇപ്പം നമ്മൾ രാത്രിയിൽ കിടക്കാൻ നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടിയാൽ ഒരു 10 മണിക്കോ 11 മണിക്കോ നമ്മൾ ബെഡിലേക്ക് കിടന്ന് നമ്മളങ്ങ് ഉറങ്ങിയാൽ ചിലപ്പം നമ്മൾ ഉണരുന്നത് പ്രഭാതത്തിൽ 4 മണിക്കോ 5 മണിക്കോ ഒക്കെ ആയിരിക്കും, അല്ലേ? അപ്പം ഈ 11 മണി മുതലുള്ള 6-7 മണിക്കൂറുകൾ നമ്മൾ അറിയുന്ന പോലില്ല. നമ്മൾ കണ്ണടച്ച് നമുക്കറിയാം, അടുത്ത നിമിഷം നമ്മുടെ കണ്ണ് തുറന്നു. പക്ഷേ 7 മണിക്കൂർ 8 മണിക്കൂർ കഴിയും. ഇതുപോലെ ആദം when physically died, they are in sleep,
ദേ ആർ നോട്ട് ഇൻ കോൺഷ്യസ്നസ്, അവർക്ക് ബോധമില്ല, അവർ ഉറങ്ങുന്നു. ആ ഉറങ്ങുന്നവർ, അതാ കർത്താവ് പറഞ്ഞു, നമ്മുടെ സഹോദരനായ ലാസർ നിദ്ര കൊള്ളുന്നു, ദേ ആർ സ്ലീപ്പിംഗ്. ആ ഉറങ്ങുന്ന ആ വ്യക്തി റിസറക്ഷൻ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഉണർന്നു വരിക. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നൂറ്റാണ്ട് പോയതൊന്നും ഇവർക്ക് ഓർമ്മ കാണത്തില്ല, കാരണം ദേവൻ സ്ലീപ്പിംഗ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിച്ചു. ഇനി ഇവർ മുഴുവൻ എവിടെയാണ് കിടക്കുന്ന? പാതാളത്തിൽ. അടുത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ അറിയാം. ഞാനിത് പറയുന്നത് ഈ സാധാരണക്കാരാന്നേ കുഴപ്പമില്ല. അപ്പോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദ പണ്ഡിതന്മാരാണ്. വിശുദ്ധ വേദപുസ്തകത്തെ എന്ത് ചെയ്യുന്ന താർക്കികന്മാർ, അതിനെ കൃത്യമായ നിലയിൽ ഡിബേറ്റുകളൊക്കെ നടത്താൻ കഴിവുള്ള പ്രാപ്തന്മാരായ വലിയ ജ്ഞാനമുള്ള വേദപണ്ഡിതന്മാരായ ആളുകൾ പോലും പറയാറുള്ളത് ഏലിയാവിനെ ദൈവം സ്വർഗത്തിലോട്ട് കൊണ്ടുപോയെന്ന്, ഹാനോക്കിനെ സ്വർഗത്തിൽ കൊണ്ടുപോയെന്ന്, മോശയെ, ഞാനിത് കൊച്ചിലെ മുതൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എടാ ഇത് എങ്ങനെ ശരിയാവും? കാറ്റിനകത്ത് കൊണ്ടുപോയി എഴുതി വെച്ചിരിക്കുക, അങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതെ. എബ്രായ ലേഖനത്തിൽ പറഞ്ഞു ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഈ പദങ്ങളൊക്കെ കൃത്യമായ നിലയിൽ പഠിക്കാനിരുന്നാൽ പിന്നെ ഇത് നമ്മൾ ഏത് കാര്യം പഠിക്കുമ്പോഴും ഒരു വാക്യം വെച്ച് പഠിക്കരുത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ പിറകിലുള്ള യാഥാർത്ഥ്യം എല്ലാം ചേർത്ത് പഠിക്കണം. ഇവരാരും സ്വർഗത്തിൽ പോയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റക്കാരനാക്കും. പക്ഷെ എൻ്റെ യേശു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കർത്താവ് പറഞ്ഞത് ഇവരൊറ്റ ഒരുത്തൻ സ്വർഗത്തിൽ പോയിട്ടില്ലെന്ന് എൻ്റെ യേശു പറയാം. മോശയും പോയിട്ടില്ല, ഏലിയാവും പോയിട്ടില്ല, ഹാനോക്കും പോയിട്ടില്ല. കാരണം ദേ വേർ അണ്ടർ ദ ഓൾഡ് കവനന്റ്. ആദാമിൽ മരണം സംഭവിച്ചതുകൊണ്ട് മരിച്ചവർക്ക് ആർക്കും എവിടെ പോകാൻ പറ്റില്ല? ദൈവത്തിന്റെ സെപ്പറേഷൻ. ദേ ആർ സെപ്പറേറ്റഡ് ഫ്രം ഗോഡ്, ദേ ആർ റെസ്റ്റിംഗ് ഇൻ ഹേഡീസ്. ഇത് ഞാൻ പറഞ്ഞ പ്രശ്നമാണ്. എൻ്റെ യേശു പറഞ്ഞ തെറ്റില്ല. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. വായിച്ച് മനസ്സിലായോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ. അപ്പൊ സ്വർഗത്തിലേക്ക് ആരൊക്കെ എവിടെ പോയി? പറ. വലിയ വീമ്പിളക്കി സ്വർഗത്തിലേക്ക് പോയെന്ന് ഒരു ബോധവും പൊക്കണോ ഇല്ലാതെ പഠിപ്പിക്കുന്ന ബൈബിൾ കോളേജ് ടീച്ചർ, MDHും PhDയും ബൈബിൾ സ്കോളർ പ്രാപിച്ച ഈ സ്കോളർമാരോട് ഞാൻ ചോദിക്കുന്നു, യേശു പറയുന്നു സ്വർഗത്തിൽ ഒരൊറ്റ ഒരുത്തം കയറിയിട്ടില്ലെന്ന്. ഏലിയ എവിടെ പോയി? ഹാനോക്ക് എവിടെ പോയി? ഇപ്പം ഒരു ന്യായം കൊണ്ടുവരും, അത് സ്വർഗം തന്നെ 3-4 സ്വർഗമുണ്ട്, 1-ാം സ്വർഗത്തിലായിരിക്കും, അല്ലെങ്കിൽ 2-ാം സ്വർഗത്തിലായിരിക്കും. എന്റെ കർത്താവ് പറയും ഒറ്റ ഒരുത്തം മേളി വന്നിട്ടില്ലെന്ന്. അത് 1-ാം സ്വർഗത്തിലും വന്നിട്ടില്ല, 2-ാം സ്വർഗത്തിലും വന്നിട്ടില്ല, 3-ാം സ്വർഗത്തിലും വന്നിട്ടില്ല. മുസ്ലിങ്ങളുടെ ഭാഷയെ പറഞ്ഞ 7-ാം സ്വർഗം, അവിടെയും വന്നിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങി വന്ന ആള് പറയാം ഒറ്റ ഒരുത്തം മേളി കയറിയിട്ടില്ല, നമ്മൾ കയറിയിട്ടില്ല, സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഏലിയ എവിടെ പോയി? ചുഴലിക്കാറ്റിൽ എങ്ങോട്ട് പോയെന്ന് പറ. ഹാനോക്ക് എവിടെ പോയി? മോശ എവിടെ പോയി? നമ്മൾ പ്രസംഗിച്ചില്ല, വെളിപ്പാട് ദിവസം പ്രസംഗിക്കുന്നില്ല, എന്റെ ബ്രദറങ്കാര് ശ്രദ്ധിക്കും. ഇവരെല്ലാം പറയാം അവർ രണ്ട് ശരീരപ്രകാരം മരിക്കാത്തത് കൊണ്ട് അവർ വന്ന് 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ യെരുശലേമിൽ വന്ന് 3.5 വർഷം പ്രസംഗിക്കണം. ആ 3.5 വർഷം അവർ പ്രസംഗിക്കുമ്പോൾ അവർ ശാരീരിക പ്രകാരം കൊല്ലപ്പെടണം. കാരണം ഏലിയാവും ഉടലോടങ്ങ് സ്വർഗത്തിൽ പോയത്. എന്റെ പൊന്നു സഹോദരന്മാരെ, ഈ വാർത്താനം പറയുമ്പോൾ നമ്മുടെ ബേസ് എവിടെ? നമ്മൾ എന്ത് വെച്ചായി സംസാരിക്കുന്നത്? നിങ്ങൾക്ക് പ്രസംഗിക്കുക ഉടലോടങ്ങ് എടുത്തുകൊണ്ട് പോയെന്നും കാറ്റെടുത്തോണ്ട് മോളി ചുഴലിക്കാറ്റിൽ കറങ്ങി മേളി പോയെന്നും അഗ്നിരഥങ്ങൾ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ചോദ്യത്തിന്റെ മറുപടി പറയണം, എപ്പോഴാണ് ഇവർക്ക് ആത്മീയ ഇത് കിട്ടിയത്? എപ്പോഴാണ് ഇവർക്ക് നിത്യജീവൻ കിട്ടിയത്? നിത്യജീവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2-ാം വരവിലേ ലഭിക്കത്തുള്ളൂ. യേശു ക്രിസ്തുവിന്റെ 2-ാം വരവിൽ മാത്രമേ ജീവവൃക്ഷത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകത്തുള്ളൂ. നിത്യജീവൻ, റിസറക്ഷനും നിത്യജീവനും സാധ്യമാകണമെങ്കിൽ മിശിഹ 2-ാമത് വരണം. ഇത് സംഭവിക്കാതെ ഏലിയാവിന് എങ്ങനെ കിട്ടി നിത്യജീവൻ? ഇതെന്താ ദൈവം തമ്പുരാൻ ഇടയ്ക്കിടയ്ക്ക് ചില്ലറ കൊടുത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണോ? ദൈവത്തിന്റെ പ്രോഗ്രാമിനകത്ത് എങ്ങനെ ഉണ്ടോ? പറയണം. ഇത് സാധാരണ വിശ്വാസികളല്ല, പെന്തക്കോസ്തിലെയും ബ്രദറൻ സമൂഹത്തിലെയും കത്തോലിക്ക ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റിനോട്, തിയോളജിയൻസിനോട്, സ്കോളേഴ്സിനോട് ഞാൻ ചോദിക്കുന്നു, തന്റെ ഇടം ഉണ്ടെങ്കിൽ മറുപടി പറയും, വേർ ഈസ് എലൈജ? കാരണം മുകളിൽ നിന്ന് വന്ന ആൾ പറഞ്ഞ് ഒരെണ്ണം പോലും സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ഒറ്റ ഒരാൾ ഏലിയാവിനെ കാറ്റെടുത്തുകൊണ്ട് എവിടെ കൊണ്ടുപോയി? അവരുടെ ശിഷ്യന്മാരുടെ ബോധമെങ്കിലും നമുക്കുണ്ട്. അവർ പറഞ്ഞെന്നറിയാമോ, നമുക്ക് നോക്കാം അവിടെ കാണാൻ വല്ല മലയിലോ കാട്ടിലോ കാണാൻ കൊണ്ടിട്ടുണ്ടോ? കാരണം അവർക്കറിയാം ഇയാൾ സ്വർഗത്തിലല്ല പോയത്, ഇയാൾ വേറെ ഏതോ സ്ഥലത്താണ് പോയത്. ഏതോ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തേ പുള്ളി, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത, ലൊക്കേഷൻ മാറ്റി കൊടുത്ത. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഒരുപക്ഷെ ഈ യൂട്യൂബിന്റെ താഴെ ഈ ഹാനോക്ക് എവിടെയാണ്,
എലൈജ എവിടെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഭാഗത്ത് കൊടുക്കാം. നിങ്ങൾ അതിലേക്ക് കൂടെ പോകുവാനായിട്ട് ശ്രമിക്കണം. ശരി, ഇനി ഇവരൊക്കെ എന്തുകൊണ്ട് ഇവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല? നമ്പർ 1, they are dead. Dead means they are spiritually dead, separated from God. They don't have eternal life. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ആദമിൽ മരിച്ചു. ആ മരിച്ച നിമിഷം ഇവർക്ക് എന്ത്? ദൈവവുമായുള്ള ബന്ധം സെപ്പറേറ്റ് ആയിട്ടു. അപ്പൊ ദൈവവുമായുള്ള ബന്ധം ആ സെപ്പറേറ്റ് ആയത് മാറിയിട്ട് ഇവർക്ക് എവിടെ പോകണം? ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കണം. ഈ ദൈവസന്നിധി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അതിന് ആധാരമായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞങ്ങ് പോവുക. നമുക്കറിയാം, സമാഗമന കൂടാരത്തിൽ 3 ഭാഗമുണ്ടെന്ന് പ്രകാരം. 2 വിശുദ്ധ സ്ഥലം, 3 അതിവിശുദ്ധമായ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകമുണ്ട്, അതിൽ കെറൂബുകളുണ്ട്, കൃപാസനമുണ്ട്. 2 കെറൂബുകളുടെ നടുവിൽ ദൈവം വന്ന് വസിക്കുന്നു. ദൈവത്തിന്റെ സിംഹാസനമാണ്, തമ്പുരാൻ അവിടെയാണ് താമസിക്കുന്നത്. അതായത് ദൈവത്തിന്റെ സാന്നിധ്യവും സാമീപ്യവും ഉള്ളത് അതിവിശുദ്ധ സ്ഥലത്തെ. വിശുദ്ധന്മാരായ പുരോഹിതന്മാർക്ക് വിശുദ്ധ സ്ഥലത്ത് മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. ദേ ഹാവ് നോ ആക്സസ് ടു ദ മോസ്റ്റ് ഹോളി പ്ലേസ്. ഓൺസ് ഇൻ എ ഇയർ, ഒരു വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതന് അവിടേക്ക് പ്രവേശനം ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കും. ആ ദൈവ മഹാപുരോഹിതൻ ഭയത്തോടുകൂടെ തന്റെയും തന്റെ ജനത്തിന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായുള്ള യാഗത്തിന്റെ രക്തവുമായിട്ട് വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് ഒരിക്കൽ പ്രവേശിക്കുന്നു. മഹാപാപ പരിഹാര ദിവസം പോയ ശേഷം താൻ തിരികെ ഇറങ്ങി വരുന്നു. ഇത് നമുക്ക് റെഗുലർലി എല്ലാ വർഷത്തിലും ഒരിക്കൽ സംഭവിക്കുന്ന കാര്യം. എന്നാൽ ദൈവസന്നിധിയിലേക്ക് സാധാരണ ജനത്തിന് പ്രവേശനം, ഇത് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇത് സ്വർഗത്തിലുള്ള ഒരു മാതൃകയായ, സ്വർഗത്തിലിരിക്കുന്ന ഒറിജിനലിന്റെ കോപ്പി ആയിരുന്നു ഈ താഴെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദേവാലയവും സമാഗമന കൂടാരവും. ഇത് നമുക്ക് ബൈബിളിൽ അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ റെഫറൻസിലേക്ക് പോകുന്നില്ല. കാരണം അങ്ങനെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് പോയാൽ ഒരുപാട് സമയം നമുക്ക് ഈ വീഡിയോക്ക് ഒത്തിരി ദീർഘമായി പോകും. പെട്ടെന്ന് തന്നെ നമുക്ക് കേൾപ്പാൻ മാന്യമുള്ളവരായതുകൊണ്ടും നമുക്കാർക്കും സമയമില്ലാത്തത് കൊണ്ടും, ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, ബൈബിൾ മാത്രം കേൾക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും നമുക്ക് ഞാനിത് മാക്സിമം വേഗത്തിൽ അങ്ങ് പറയാം. അപ്പൊ ഇത് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം എന്തില്ല, ഇവർക്കകത്തേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ തന്നെ സ്വർഗത്തിലുണ്ട് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിന്റെ അർത്ഥം എന്താണ്? മോസ്റ്റ് ഹോളി പ്ലേസിലാണ് ദൈവം വസിക്കുന്നത്. അതായത് ദൈവത്തിന്റെ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് ആർക്കും എന്തില്ല? പ്രവേശന സാധ്യല്ല. കാരണം പ്രവേശനം സാധ്യമാകണമെങ്കിൽ അവിടെ പോയ, ഒരിക്കലായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷനാകാൻ പോയ മിശിഹാ തമ്പുരാൻ മോസ്റ്റ് ഹോളി പ്ലേസിൽ നിന്ന് തിരികെ വരണം. ആ തിരികെ വരുന്നതിനാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അതായത് സെക്കൻഡ് കമ്മിങ് സംഭവിക്കണം. അപ്പൊ സെക്കൻഡ് കമ്മിങ് സംഭവിക്കാതെ വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് എന്തില്ല? വഴി ആളുകൾക്ക് ഇതുവരെ തുറന്നു കൊടുക്കും. അപ്പൊ തുറന്നു കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക്. ഇതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഫാദർ, ദ കിങ്ഡം ഓഫ് ഗോഡ്, എറ്റേണൽ ഇൻഹെറിറ്റൻസ്, എറ്റേണൽ, ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം. അതും സ്വർഗത്തിലേക്ക് പോകാന്നൊക്കെ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതെല്ലാം ലാംഗ്വേജ്, വ്യത്യസ്തമായ ഭാഷ ഉപയോഗിക്കുന്നെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുന്നെങ്കിലും ഇതെല്ലാം ഏകദേശം ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 1-ാം വാക്യം ഇങ്ങനെ: എന്നാൽ ആദ്യ നിയമത്തിൽ ആരാധനക്കുള്ള ചട്ടങ്ങളിൽ ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. ആദ്യ നിയമത്തിൽ, പഴയ നിയമത്തിൽ ഒരു കൂടാരം ചമച്ച് അതിന് ആദ്യ ഭാഗത്ത് നിലവിളക്കും, അത് വിശുദ്ധ സ്ഥലമാണ് കേട്ടോ, മേശയും കാഴ്ചപ്പും ഉണ്ടായിരുന്നു, അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലും അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശം മുഴുവനും പൊന്നിൽ പൊഞ്ഞ നിയമഹോട്ടം, അതിനകത്ത് ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തള്ളത്തവടിയും നിയമത്തിന്റെ കൽപ്പലകളും. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഇവിടെ അബദ്ധം പറ്റിയതൊന്നുമല്ല. അതിൽ, അതായത് മോസ്റ്റ് ഹോളി പ്ലേസിൽ, അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവൻ പൊന്നും പൊതിഞ്ഞ നിയമപട്ടവും. യഥാർത്ഥത്തിൽ ധൂപകലശം എവിടെ ഇല്ല? മോസ്റ്റ് ഹോളി പ്ലേസിലില്ല. അത് വിശുദ്ധ സ്ഥലത്താണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഏതിന്റെ ഭാഗമാണ്? മോസ്റ്റ് ഹോളി പ്ലേസിന്റെ ഭാഗമാണ്. പക്ഷെ അത് ഇരിക്കുന്നത്, അതിനകത്ത് നിരന്തരം തീ കത്തുന്നത് കൊണ്ട് അതിനെ വെച്ചിരിക്കുന്നത് എവിടെയാണ്? തിരശ്ശീലയ്ക്ക് മുൻപിലാണ് വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദീകരണം, അത് വലിയൊരു ഡീറ്റെയിൽ സ്റ്റഡിയാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട ട്രൂത്താണ്, നിങ്ങളത് ചിന്തിക്കുക. അഹരോന്റെ തള്ളത്തോടി നിയമത്തിന്റെ കൽപ്പനകൾ, അതിനും ഇതേ കൃപാസനത്തിന് മൂടുന്ന തേജസ്സുള്ള കെരൂബുകൾ ഉണ്ടായിരുന്നു, തേജസ്സിന്റെ കെരൂബുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിയില്ല, ഞാനും അതുകൊണ്ട് വിവരിക്കുന്നില്ല. ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. മുൻകൂടാരം എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലത്ത്. 2-ാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെ അല്ല. അത് അവൻ തന്റെയും ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. അടുത്ത വാക്യം 8: മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവിൽ ഇതിനാൽ സൂചിപ്പിക്കുന്നു. മുൻകൂടാരം എന്ന് പറഞ്ഞാൽ ഓൾഡ് കവനന്റ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 2 കൂടാരം, ഒന്ന് വിശുദ്ധ ദൈവം വസിക്കുന്ന വിശുദ്ധ സ്ഥലം, 2 ആദ്യ കൂടാരം. ഈ ആദ്യ കൂടാരം പഴയ നിയമത്തെ കാണിക്കും, മുൻകൂടാരം, ഓൾഡ് കവനന്റ്. അപ്പൊ ഈ എബ്രായർക്ക് ഇത് എഴുതുന്ന സമയത്ത് യെരുശലേമിൽ ദേവാലയമുണ്ട്, പൗരോഹിത്യമുണ്ട്, യാഗങ്ങൾ നടക്കുന്നു, ഉത്സവങ്ങൾ നടക്കുന്നു.
എന്തൊക്കെ ഓൾഡ് കവനന്റ് റിച്വൽസ് ഉണ്ടോ അതൊക്കെയും ക്രമമായിട്ട് ആഫ്റ്റർ ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രൂശീകരണത്തിന് ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം പതിവായി യെരുശലേമിൽ ഇത് നടക്കുന്നു. ബിക്കോസ് ഓൾഡ് കവനന്റ് സ്റ്റിൽ എക്സിസ്റ്റ്, അവിടെ നിലനിൽക്കും. അപ്പൊ ഇവിടെ പറയുകയാണ്, ഈ മുൻകൂടാരം, അതായത് പഴയ നിയമത്തിൽ ആദ്യ നിയമത്തിന്റെ ഈ കൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം. 8-ാം വാക്യം നോക്കി, വിശുദ്ധ മന്ദിരത്തിലേക്ക്, ഏത് വിശുദ്ധ മന്ദിരം? മോസ്റ്റ് ഹോളി പ്ലേസ് ആകട്ടോ. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ സൂചിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താ? ആർക്കും വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല, കാരണം മുൻകൂടാരം നിലനിൽക്കുന്നു. അടുത്ത വാക്യം, ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാകുന്നു. ഏത് കാലത്തേക്ക്? ദിസ് ഏജ്. നമ്മുടെ മലയാളത്തിൽ 2025 ഇത് വായിക്കുമ്പോൾ ഈ കാലം ഒന്ന് വായിക്കരുത് ദയവായിട്ട്, അത് എഴുതുന്ന കാലം. ദിസ് ഏജ് മീൻസ് ദ ഏജ് അണ്ടർ ദ കവനന്റ്, ഓൾഡ് കവനന്റ്, അല്ലെങ്കിൽ ഓൾഡ് കവനന്റ് ഏജ്, പഴയ നിയമകാലം. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യം അത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടുകളും യാഗവും അർപ്പിച്ചു പോകുന്നു. ഏതാ? ഓൾഡ് കവനന്റ് കാലം. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ കൂടാരം ഈ കാലത്തിനൊരു സാദൃശ്യം. അതായത്, കാരണം ഇത് എഴുതുമ്പോൾ ഏത് കാലമാ? മശിഹയുടെ കാലം വന്നിട്ടില്ല. മശിഹയുടെ കാലം വന്നാൽ മാത്രമേ ഈ കാലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പുതുകാലം വരത്തുള്ളൂ. നമ്മുടെ ആളുകൾ പാട്ട് പാടത്തില്ലേ? കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിടരും, തിരികെ വരാതെ തമ്മി. എന്റെ പൊന്നു സഹോദരൻ, ഈ കാലം എന്ന് പറയുന്നത് ഓൾഡ് കവനന്റാ. ഈ കാലം കഴിഞ്ഞിട്ട് 2000 വർഷമായത് എന്റെ സഹോദരങ്ങൾ അറിയണം പ്ലീസ്. ഇത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കേൾക്കുക. ഓൾഡ് കവനന്റ് എന്ന കാലം, പഴയ കാലം, അതാണ് ഈ അന്ത്യകാലം എന്നൊക്കെ പറയുന്നത്. അതാണ്. ഒന്നുകൂടെ പറയാം, ഈ അന്ത്യകാലത്തിന്റെ യേശുക്രിസ്തു വന്നത് എപ്പോഴാണ്? അന്ത്യകാലത്താണ് വന്നത്. പെന്തിക്കോസ്തിൽ പരിശുദ്ധ റൂഹ ഇറങ്ങിയത് എന്താ? അന്ത്യകാലത്ത്. എന്തിന്റെ അന്ത്യകാലം? പഴയ നിയമകാലത്തിന്റെ അന്ത്യം. അപ്പൊ ആ കാലത്തിന്റെ സാദൃശ്യം എത്ര എന്ന് പറഞ്ഞാൽ ആ കാലം, അതായത് ഓൾഡ് കവനന്റ് കാലത്തിന്റെ സാദൃശ്യമാണ് ഈ കൂടാരം. പക്ഷെ എന്തെറ്റി? മനസാക്ഷിക്ക് പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത യാഗങ്ങളും വഴിപാടുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോട് കൂടെ ഗുണീകരണ കാലത്തോളം, കൊടുത്തിരിക്കുന്നത് ദ ടൈം ഓഫ് റീഫോർമേഷൻസ്, ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങൾ അത്രേ. അപ്പം ഞാൻ അതിനെ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞത്. റീജനറേഷൻ, ടൈം ഓഫ് റീജനറേഷൻ, ടൈം ഓഫ് റീഫോർമേഷൻ, അങ്ങനെയുള്ള കാലഘട്ടം, ആ ഗുണീകരണ കാലം. കർത്താവിന്റെ അടുക്കൽ നിന്ന് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ 20-21 വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തിൽ നിന്ന് എന്തുവരും? സകലവും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം, റെസ്റ്റോറേഷൻ. അപ്പൊ ഇതൊരു 40 വർഷത്തെ കാലയളവാണ്. ഇത് ആ കാലയളവിൽ ആ നിയമങ്ങൾ നിലവിലുണ്ട്, ജഡിക നിയമങ്ങളായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്. ഈ കാലഘട്ടം ടൈം ഓഫ് റീജനറേഷൻ, ഗുണീകരണ കാലം, ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് എന്തില്ല? വഴി തുറന്നിട്ടില്ല. അപ്പം 1-ാമത്തെ നൂറ്റാണ്ടിൽ സഭയിലെ വിശുദ്ധന്മാർ, പഴയ നിയമത്തിലെ ആളുകളൊക്കെ ആ സമയത്ത് എവിടെയാ? ഒത്തിരി ആളുകൾ പഠിപ്പിക്കാറുണ്ട് യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പം പാതാളത്തിലുള്ളവരെല്ലാം കൂടെ ചേർത്തോണ്ട് അങ്ങ് സ്വർഗത്തിൽ പോയെന്ന. ഇല്ല, ആബ്സല്യൂട്ട്ലി റോങ്. കാരണം പെന്തിക്കോസ്തിന്റെ അന്ന് പരിശുദ്ധ റൂഹ ഇറങ്ങി വരുമ്പോൾ പത്രോസ് പ്രസംഗിക്കുക പറഞ്ഞു, നമ്മുടെ രാജാവായ ദാവീദിന്റെ കല്ലറ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അബ്രഹാമോ ഇസഹാക്കോ യാക്കോബോ പഴയ നിയമത്തിൽ ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല? ഉയർത്തെഴുന്നേറ്റിട്ടില്ല. കാരണം യേശുക്രിസ്തു മാത്രമാണ് മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തി. ആദ്യ ഫലം ഞാൻ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറയാം. ജീസസ് ക്രൈസ്റ്റ് വാസ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട്സ്. ആദ്യഫലങ്ങളുടെ ആദ്യഫലമായി മരിച്ചവരുടെ നിന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്. ബാക്കി ഒരു പഴയ നിയമ വിശുദ്ധന്മാരും പെന്തിക്കോസ്തിന്റെ അന്ന് എഴുന്നേറ്റിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റപ്പോ ഇവരെ ആരെയും മേളിൽ കൊണ്ടുപോയിട്ടില്ല. അപ്പം പറയും അവൻ ബദ്ധന്മാരെ പിടിച്ച് മനുഷ്യർക്ക് ദാനം കൊടുത്തു. അത് വേറെ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ മറ്റൊരു വീഡിയോയിൽ സംശയമുള്ളവർക്ക് ഞാൻ ആ വീഡിയോ ചെയ്യാം. ഞാൻ പറഞ്ഞ ശ്രദ്ധയോടെ കേൾക്കണം പ്രിയപ്പെട്ടവരെ. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒറ്റ ആൾ പോലും പാതാളത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. എല്ലാവരും, ഇത് കുരിശിലെ കള്ളൻ വരെ. മാത്രമല്ല, എന്തിനേറെ പറയണം, കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്നത് വരെ, അതായത് അവന്റെ കാഹളം ഉപയോഗിക്കുന്ന ആ നിമിഷം വരെയുള്ള അപ്പോസ്തലന്മാരായിക്കോട്ടെ വിശുദ്ധന്മാരായിക്കോട്ടെ, ഇവരെല്ലാവരും എവിടെ തന്നെ പോകുന്നത്? ദേ ആർ ഇൻ ഹേഡിസ്. അതുകൊണ്ടാണ് മിശിഹായെ വിശ്വസിച്ചിട്ട് മരിക്കുന്നവർക്ക് ബൈബിളിൽ വിളിക്കുന്ന പേര്
ക്രിസ്തുവിൽ നിദ്ര കൊള്ളുക. ഈ പദങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ക്രിസ്തുവിൽ നിദ്ര കൊള്ളുക. അവര് ദർ സ്ലീപ്പിംഗ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ അവരെന്ത് ചെയ്യാണ്? ഉറങ്ങുന്നു. ഇന്ന് ഒരു ദൈവ പൈതൽ മരിച്ചാൽ അവർ ഒരിക്കൽ പോലും അവർ ഉറങ്ങുന്നു എന്ന് പറയരുത്. അവർ ഉറങ്ങുകയല്ല, അവർ എലൈവാണ്. കാരണം അത് ഓൾഡ് ടെസ്റ്റമെന്റിൽ, അത് കർത്താവിന്റെ മടങ്ങിവരവ് വരെയുള്ള കാലഘട്ടത്തിൽ മരിച്ചു പോകുന്നവരോട് പറയുന്നതാണ്. അവർ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം. പിടികിട്ടുന്നോ? പക്ഷെ നമുക്ക് എന്തെന്നറിയുമ്പോ ഈ കൊരങ്ങന്റെ കൈ പൊതിയാത്ത കിട്ടിയ പോലും ബൈബിള് കൈ കിട്ടി എല്ലാം എടുത്ത് അങ്ങ് ഉപയോഗിക്കുക. മനസ്സിലാവുന്നു? എല്ലാം ഏത് വാക്യാലും അതെല്ലാം നമ്മുടെയാണെന്ന് പറയും. കൃത്യമായിട്ട് വചനത്തെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്യണം. ഞാൻ ഇതിനകത്ത് റൈറ്റ്ലി വേർഡ് ഓഫ് ഗോഡിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പാസ്റ്ററെ കണ്ടിട്ടില്ല. ഒറ്റയാളെ എന്റെ അറിവുകേടായിരിക്കും കേട്ടോ. ഞാൻ ലോകം മൊത്തം അറിയാവുന്ന ഞാൻ ഈ സർവ്വവ്യാപി അല്ല. ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് രണ്ട് പേരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാലും പെന്തക്കോസ്ത് സമൂഹത്തിലല്ല, അവർ വെളിയിലാണ്. ഒരെണ്ണമില്ല, കൃത്യമില്ല. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞതിന്റെ കാരണം, ഈ മരിച്ചുപോയ ആളുകൾ ആരും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇവർ വരണമെങ്കിൽ കർത്താവ് രണ്ടാമത് വരണം. ഇവർക്ക് ജീവൻ കിട്ടണം. ജീവൻ കിട്ടുക മാത്രമല്ല, വിശുദ്ധാന്തര മന്ദിരത്തിലേക്കുള്ള വഴി ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ഞാനല്ല, പരിശുദ്ധാത്മാവ്. അപ്പം ഈ നിദ്ര കൊള്ളുക. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ നിദ്ര നമ്മളിപ്പോ മരിച്ചു വരുമ്പോൾ നിദ്ര കൊള്ളുന്നു. വേറെ ചെല്ല് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഞാൻ മിക്കവാറൊക്കെ ഓട്ടം തികച്ചു, നല്ലപോർ പൊരുത് ഓട്ടം തികച്ചു. എന്തെങ്കിലും വിവരം ഉണ്ടോ ഇവന്മാർക്ക്? ഞാൻ ചോദിക്കാം, ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഏതെങ്കിലും വിവരം പോകുന്നു? എന്താ അതിന്റെ കോണ്ടെക്സ്റ്റ് അറിയാം? പൗലോസ് അപ്പോസ്തലൻ ഞാൻ നല്ലപോർ പൊരുത് ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏവർക്കും തന്നെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ എന്നെ നമ്മൾ നന്നായനെ. എന്റെ സഹോദരന്മാരെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയോ? അദ്ദേഹം ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം നിങ്ങൾ ആദ്യം ഒരു വായിക്കണം. അദ്ദേഹം പറയാണ്, ഞാൻ ലഭിച്ചു എന്നല്ല, ലഭിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുക. ലഭിക്കാമോ എന്ന് വെച്ച്. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ബെറാക്കായി പോകുമ്പോ ഓടുകിറേ എങ്ങോട്ട് ഓടുക? പരമയഴപ്പിൻ പന്തയ പൊരുളുക്കാൻ നെല്ലൊക്കെ നോക്കി ഓടുകീറെ. നല്ല പാട്ടാ, പക്ഷെ പൊട്ടപ്പാട്ടാ. ഈ പൊട്ടപ്പാട്ട പാടി നൃത്തം ചെയ്യുന്ന ഈ ആളുകൾ പരമ ലക്ഷ്യത്തിന്റെ, അതായത് അതീവ വലിയ ആ ലക്ഷ്യത്തെ നോക്കി ഞാൻ ഓടുകയാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. ബാക്കി എടുത്തേക്കുന്ന ഫിലിപ്പി ലേഖനത്തിൽ കാര്യം എന്നറിയോ? പിടി കിട്ടിയില്ല. കിളി പോയ അവസ്ഥയില്ലേ പാട്ട് പാടുന്നവരുണ്ട്. ഓടുകീറേ ഞാൻ ഓടുകീറേ. എന്തിനാ ഓടുന്നത്? നിന്നോട് ആര് പറഞ്ഞു ഓടാൻ? എടോ, ഇത് പൗലോസ് ഓടിയതാ. പൗലോസ് ഓൾഡ് കവനന്റില്ല നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് വല്ല വിധേനെ മരിച്ചവരുടെ എന്ത് വേണം? പുനരുദ്ധാനം വേണം. പുള്ളി ചത്തുപോയോ? ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ പുള്ളി പറയും, ഐ നീഡ് റിസറക്ഷൻ ഫ്രം ദ ഡെഡ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഞാൻ ഒരിക്കൽ മരിക്കും, മണ്ണോട് ചേരും, മണ്ണിൽ നിന്ന് ഞാൻ വീണ്ടും മുളച്ചു വരുമെന്നല്ല. എനിക്ക് മരിച്ചവരുടെ, കാരണം അദ്ദേഹം സ്പിരിച്വലി ഡെഡ് ആണ്. റിസറക്ഷൻ സംഭവിക്കണേ ക്രൈസ്റ്റ് വരണം. അപ്പം ഇതിനു വേണ്ടി, ഈ റിസറക്ഷൻ പ്രാപിക്കാൻ വേണ്ടി, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി, നീതി പ്രാപിക്കാൻ വേണ്ടി, രക്ഷ പ്രാപിക്കാൻ വേണ്ടി പൗലോസും അന്നത്തെ ആദിമ സഭയിലെ ആളുകൾ ഓടുക. അവർ അതിനുവേണ്ടി ത്യാഗം സഹിക്കുന്നു, രക്തം ചിന്തുന്നു, രക്തസാക്ഷികളായിട്ട് മരിക്കുന്നു. എന്തിനാ അവർ മരിച്ചത്? നമ്മൾ ഇന്ന് രക്തസാക്ഷിയായിട്ട് മരിക്കുന്നതിനും 1-ാം നൂറ്റാണ്ടിലെ മരണത്തിനും തമ്മിൽ വലിയ വ്യത്യാസം, രണ്ട് ധ്രുവങ്ങളുടെ വ്യത്യാസമുണ്ട്. 1-ാമത്തെ നൂറ്റാണ്ടിലെ ആളുകൾ അവർ മരണം സ്വീകരിച്ചത് അവർക്കൊരു നല്ല ഉയർപ്പ് കിട്ടുമെന്നും അവർക്കൊരു നിത്യമായ ഇൻഹെറിറ്റൻസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് നിന്നെ ആരും തല്ലിക്കൊല്ലുന്നെങ്കിൽ അത് നിത്യതയ്ക്ക് വേണ്ടി ഒന്നുമല്ല. മിക്കവാറും നിന്റെ കയ്യിലിരിപ്പുണ്ടായിരിക്കും നീ രക്തസാക്ഷി ആവുന്നത്. പിന്നെ ഈ നൂറ്റാണ്ടിൽ ആരും രക്തസാക്ഷി ആവേണ്ട ആവശ്യവും. അയ്യോ, ഇത് വലിയ പ്രശ്നമാണ് കേട്ടോ. കർത്താവിന് വേണ്ടി മരിക്കണം. നീ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതാണ്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, കർത്താവിന് വേണ്ടി മരിക്കുന്നത് എളുപ്പമാണ്. ഞാൻ ക്രിസ്തുവിന് വേണ്ടി സുവിശേഷ വേലയിൽ ഉപദ്രവം ഏറ്റ് മരിച്ചവരെ ചെറുതാക്കുകയല്ല, പ്ലീസ്. ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നത് അല്ല എളുപ്പം, കർത്താവിന് വേണ്ടി ജീവിക്കുന്നതാണ് പാട്. മരിക്കുന്നത് എളുപ്പമാണ്, ഒറ്റ ദിവസം കൊണ്ട് ആരെയും നമ്മളെ കത്തിച്ചങ്ങ് കൊല്ലുക, തീർന്നു. ജീവിക്കാനാണ് എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ പാട്. അപ്പം ആ പൗലോസ് ഓടി. പുള്ളി പറയാ, ഞാൻ ഓടി. പക്ഷെ എന്ത് ചെയ്തു? AD ഒരു 66 ആയപ്പോഴേക്കും തന്നെ റോമിൽ കൊണ്ടുപോയി കഴുത്ത് വെട്ടി കൊന്നുകളഞ്ഞു. ഹാനിയാഗമായി. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ ഓടി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പറഞ്ഞ ഞാൻ ആ ഫെയ്ത്തിൽ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. കിട്ടുമെന്നുള്ള ഉറപ്പിലാണ് ഞാൻ ഓടിയത്.
ലഭിക്കാമോ എന്ന് വെച്ച് ഓടിയ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകാൻ വേണ്ടി, അവന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയാകാൻ, അവനിൽ ഇരിക്കാൻ, ആ നീതി പ്രാപിക്കാൻ വേണ്ടി, എന്റെ പ്രവൃത്തിയാലുള്ള നീതിയല്ല, അവങ്കൽ നിന്ന് ലഭിക്കുന്ന നീതി പ്രാപിക്കാൻ വേണ്ടി ഞാൻ ഓടി. പക്ഷെ കിട്ടിയില്ല. കാരണം അത് കർത്താവിന്റെ പ്രത്യക്ഷതയിലേക്ക് കിട്ടത്തുള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കണം. അതുകൊണ്ട് ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. എന്തു നീതിയുടെ കിരീടം? വാട്ട് ഈസ് ദ ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്? ഒറ്റ വാക്കിൽ പറയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം ഞാൻ ഈ പറയുന്ന ഓരോ പദങ്ങൾക്കും ധാരാളം വിശദീകരണം ആവശ്യമുണ്ട്. പക്ഷേ ഇത് ശ്രദ്ധയോടെ കേട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്നത് വേർഡ് ഓഫ് ഗോഡ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സമയമെടുത്ത് ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കാം. അപ്പൊ ഇദ്ദേഹം ഓടി, ഓട്ടം തികച്ചു. പുള്ളി പറഞ്ഞു, ഇനി കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എനിക്കത് കിട്ടും. എനിക്ക് മാത്രമല്ല, അവന്റെ വരവെങ്കിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏവർക്കും തന്നെ. അപ്പൊ എനിക്ക് ഞാൻ എന്തിനു വേണ്ടി ഓടിയോ, എന്തിന്റെ വിശ്വാസം കാത്തോ, എന്തിനു വേണ്ടിയാണോ ഞാൻ പോർ പൊരുന്നത്, അത് കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ എനിക്ക് തരും. ഞാൻ ഓടി എന്തിനു വേണ്ടിയാ? നീതി ലഭിക്കാൻ, രക്ഷ കിട്ടാൻ, എറ്റേണൽ ലൈഫ് ലഭിക്കാൻ. ഇതിനുവേണ്ടിയാണ് ഞാൻ ഓടിയത്. പക്ഷെ എന്റെ കർത്താവ് എന്ത് ചെയ്യും? ആ നാളിൽ എനിക്കത് തരും. അപ്പം നമ്മൾ ഇന്ന് മരിക്കുമ്പോൾ എഴുന്നേക്കുന്ന ഒരു വലിയ ഹോർഡിങ്സ് വെച്ചിട്ട് അതിന്റെ മേളിൽ എഴുതിക്കും, ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു. ഒരർത്ഥവുമില്ല. ആ എഴുതി വെച്ചേക്കുന്ന ആ മരിച്ച ആളും തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷെ നമ്മൾ എഴുതും. കർത്താവ് യേശു ക്രിസ്തു വന്നിട്ടില്ലെങ്കിൽ ഈ ആള് നേരെ പാതാളത്തില്. ഏതെങ്കിലും ഒരു പാസ്റ്ററോ ബിഷപ്പോ അച്ഛനോ വിശ്വാസിയോ മരിക്കുമ്പോൾ അവിടെ നിന്ന് കാർമ്മികത്വം നടത്തുന്ന, ശുശ്രൂഷ നടത്തുന്ന ദൈവദാസൻ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ 1000 വിശുദ്ധന്മാരോടുകൂടെ പാതാളത്തിൽ വിശ്രമിക്കുന്നത് പറയാറുണ്ടോ? പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചപ്പോ പറയാ, അദ്ദേഹം പാതാളത്തിൽ അബ്രഹാമിന്റെയും ഇസാഖിന്റെയും കൂടെ വിശ്രമിക്കുന്നു. പറയോ? ആമാര് തീടും, കൊല്ലുമാര്. അയ്യോ, ഞങ്ങളുടെ ബിഷപ്പ് സ്വർഗത്തിലാണോ, അയാൾ പാതാളത്തിൽ പോയത്, ഞങ്ങളുടെ സെൻട്രൽ മാസ്റ്റർ പാതാളത്തിൽ. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, യേശു ക്രിസ്തു ഇതുവരെ വന്നില്ല എന്ന്, യേശു ഇനി വരാൻ പോകുന്നു പറയുന്ന എല്ലാ അച്ചാച്ചന്മാരും കേട്ടോ, മേലാൽ പൊട്ടത്തരം പറയരുത്. നിങ്ങൾ മരിക്കുമ്പോൾ, നിങ്ങളുടെ അച്ചാച്ചൻ മരിക്കുമ്പോൾ, നിങ്ങളുടെ അപ്പം മരിക്കുമ്പോൾ, വല്യപ്പൻ മരിക്കുമ്പോൾ, നിങ്ങൾ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ യേശു ഇതുവരെ വരാത്തത് കൊണ്ട് നിങ്ങൾ പറയണം, ഞങ്ങളുടെ അമ്മച്ചി അപ്പച്ചൻ പാതാളത്തിൽ വിശ്രമിക്കുന്നു, ഉറങ്ങുന്നു. അല്ലാതെ ഇമ്പതീരത്ത്, ബെയൂല ദേശത്ത്, ഇമ്പങ്ങളുടെ പർദീസായിൽ ദൈവത്തോടൊപ്പം നോക്കുക ചുമ്മാ പൊട്ടത്തരം പറയരുത്. നിങ്ങൾ അങ്ങനെ പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ കർത്താവ് വന്നെന്നാ. കാരണം കർത്താവ് വന്നാൽ മാത്രമേ വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് എന്ത് സംഭവിക്കത്തുള്ളൂ? പ്രവേശനം സാധ്യമാകത്തുള്ളൂ. ഇനി പറഞ്ഞ മനസ്സിലായോ? അപ്പം അപ്പം ഇപ്പൊ ഇവരെല്ലാം കൂടെ എവിടെ പോയി കിടക്കുക? ഈ മരിച്ചുപോയവരൊക്കെ എവിടെയാ? അതിനെക്കുറിച്ച് ഒരു സൂചന നമുക്ക് വെളിപ്പാട് പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവജന നിമിത്തവും, അതായത് പഴയ നിമിത്തത്തിൽ മരിച്ചുപോയവർ എവിടെയാണ്? തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴെ കണ്ടു. ഇത് വെളിപ്പാടാ കാണുന്നുണ്ട്, ദർശന, സ്വർഗത്തിലെ കാര്യം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, താഴെയുള്ള സമാഗമന കൂടാരത്തിന്റെ ഒറിജിനൽ പതിപ്പ് സ്വർഗത്തിലുണ്ട്. അവിടെ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. സോ ഇങ്ങനെ 3 പ്രധാന ഘടകങ്ങളായിട്ട് കാണുന്നു. അപ്പൊ ഇവിടെ രക്തസാക്ഷികളായി മരിക്കപ്പെട്ടവർ യാഗപീഠത്തിന് എവിടെ കണ്ടവരെ? യാഗപീഠം ഇരിക്കുന്ന ഇവിടെ പ്രാകാരം, അതായത് വിശുദ്ധാന്തര മന്ദിരത്തിലേക്കുള്ള പ്രവേശനം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കി, വിശുദ്ധാന്തര മന്ദിരം ദൈവത്തിങ്കിലേക്ക് പോകാൻ ഇവർക്ക് ഇവരുടെ ആത്മാക്കൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇവരെവിടെ ഇരിക്കുക? യാഗപീഠത്തിന്റെ കീഴെ കണ്ടു. യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. വിശുദ്ധന്മാര് സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് പറയാ, ഇവരുടെ ആത്മാക്കൾ എവിടെയാ? ഇവരുടെ ആത്മാക്കൾ പ്രാകാരത്തിൽ, സ്വർഗത്തിലല്ല, അവർ ദൈവത്തിങ്കിലൊക്കെ പ്രവേശിച്ചിട്ടില്ല. കാരണം അവർക്ക് റിസറക്ഷൻ കിട്ടണം, അവർക്ക് എന്ത് ചെയ്യണം? ഉയർപ്പ് കിട്ടണം, നിത്യജീവൻ കിട്ടിയെങ്കിൽ മാത്രമേ എങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ? മോസ്റ്റ് ഹോളി പ്ലേസിൽ പോകാൻ പറ്റത്തുള്ളൂ. ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇപ്പൊ ഇവർ പ്രാകാരത്തിന്റെ കീഴിലാണ്, അല്ലെങ്കിൽ യാഗപീഠത്തിന്റെ കീഴിലാണ്. വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ ഒരു രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്ന് അവർ ഉറക്കം നിലവിളിച്ചു. ഇത് മരിച്ചു പോയവരുടെ ആത്മാക്കളാണ്. അവരെവിടെയാണ്? ദേറിൻ യാഗപീഠത്തിങ്കിൽ കണ്ട് അവർ. അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. അപ്പം ഈ മരിച്ചുപോയ രക്തസാക്ഷികൾ, അല്ലാതെ മരിച്ചുപോയ ഒത്തിരി പേരുണ്ട്. ഈ മരിച്ചുപോയ രക്തസാക്ഷികൾ ആരൊക്കെ ഉണ്ട്? ഹാബേൽ മുതൽ ബെറക്യാവിന്റെ മകൻ സക്കറിയ വരെയുണ്ട്. അപ്പം അതിനകത്തൊരു കാറ്റഗറിയിൽ വ്യത്യാസമുള്ള കാര്യം കൂടെ ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കുക. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലങ്കി കൊടുത്തു. ഏതാ? ഈ നിലവിളിക്കുന്ന ആത്മാക്കൾക്ക്. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ, യോഹന്നാൻ പറയാം, അല്പകാലം കൂടെ, കുറച്ചു കാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനിയും കുറെ ആളുകളോട് വന്നു ചേരാനുണ്ട് എന്ന് പറഞ്ഞാൽ
അത് തികഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പ്രതികാരം ദൈവം ചെയ്തോളും. അതായത് ഉപദ്രവിച്ചവർക്ക് ദൈവം പ്രതികാരം ചെയ്യാൻ വേണ്ടി അവർ നിലവിളിക്കുക. അപ്പൊ നിലവിളിക്കുന്നതോട് പറയാണ്, കുറച്ചു കാലം കൂടെ കുറെ പേര് കൂടെ മരിക്കാറുണ്ട്, സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു വരുമ്പോൾ തികയുവോളം നിങ്ങൾ അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ഈ മരിച്ചവരാരും എവിടെ പോയിട്ടില്ല? ഈ വെളിപ്പാട് പുസ്തകം ഈ എഴുതുന്ന സമയത്തും ഇവരെവിടെ എത്തിയിട്ടില്ല, സ്വർഗത്തിൽ എത്തിയിട്ടില്ല, പ്രാകാരത്തിൽ കണ്ടു. സോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. ഒത്തിരി ആളുകൾ എവിടെ താമസിക്കുന്നു? പാരഡൈസ് സ്ഥാനം. ഈ രക്തസാക്ഷികൾക്ക് മാത്രം ഇവിടെ ഒരു സ്ഥാനം കൊടുത്തേക്കുന്നു. ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനത്തിന്റെ കവാടത്തിൽ അല്ലെങ്കിൽ മോസ്റ്റ് ഹോളി പ്ലേസിൽ അവർക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം മോസ്റ്റ് ഹോളി പ്ലേസിലും പോകണമെങ്കിൽ ഇവരുടെ സിന്ന് അല്ലെങ്കിൽ എന്നേക്കുമായി രക്ഷ കംപ്ലീഷൻ ആവണം. മരിച്ചുപോയവരുടെ രക്ഷ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ മാത്രമേ പൂർണ്ണമാവത്തുള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യണം? ഇവർ they have to wait under the altar. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ആവശ്യമെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ക്ലാസ്സുകൾ എടുക്കാം. കാരണം ചില കൺഫ്യൂഷൻസ് ചിലക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. കയറിയാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തികയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ അവരെത്തിയിട്ടില്ലെന്നറിയാം. അവർ പ്രാകാരത്തിൽ കിടന്ന് നിലവിളിക്കുന്നു എന്ന് നമ്മൾ കാണും. ഇനി ഇവര് അപ്പൊ നമ്മൾ ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. ദേ were not reached heaven, they are in the altar. ഇനി നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുന്ന വാക്യം നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? സഹോദരന്മാരെ, 13-ാം വാക്യം, സഹോദരന്മാരെ നിങ്ങൾ പ്രത്യേകിച്ചില്ലാത്ത മറ്റുള്ളവരെ പോയി ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച്, അതാ പറഞ്ഞ നിദ്ര കൊള്ളുക, ദേർ ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ, ശ്രദ്ധയോടെ കേൾക്കണേ, അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും സെക്കൻഡ് കമ്മിങ്ങിൽ. യേശു എവിടുന്ന മരിച്ചു ഉയർത്തെഴുന്നേറ്റ്? പാതാളത്തിൽ. അതുപോലെ നിദ്ര കൊണ്ടവരെയും, പാതാളത്തിൽ ഇരിക്കുന്ന നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം, കർത്താവ് തന്നെ മുഖാന്തരം അവനോടുകൂടെ, വെൻ ക്രൈസ്റ്റ് കംസ്, ഇവർക്ക് എവിടെ വരാൻ പറ്റും? പാതാളത്തിൽ നിന്ന് വരാൻ പറ്റും. അവനോടുകൂടെ വരുത്തും. എവിടെ നിന്ന് വരുത്തും? സ്വർഗത്തിൽ നിന്ന് വരുത്തുമെന്നല്ല. നിദ്ര കൊള്ളുന്നവർ എവിടെ താമസിക്കുന്നത്? ഹേഡീസിലാണ്. അപ്പൊ അവൻ വരുമ്പോൾ അവരെയും എവിടെ നിന്ന് വരുത്തും? അതായത് കർത്താവ് യേശു ഫിസിക്കലി മരിച്ചു, സ്പിരിച്വലിയും അവൻ എന്ത് ചെയ്തു? ഈ ടേസ്റ്റ് ഡെത്ത്. അതുകൊണ്ടാണ് അവൻ തന്റെ മരണങ്ങളിൽ ധനവാന്മാരോട് കൂടെ ആയിരുന്നു നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ? നമ്മളത് യെശയ്യാവ് 53-ാം അധ്യായം വായിക്കുമ്പോൾ അവൻ തന്റെ മരണത്തിൽ നിന്നല്ല, മരണങ്ങളിൽ, രണ്ട് മരണം, ഫിസിക്കൽ ഡെത്ത് ആൻഡ് സ്പിരിച്വൽ ഡെത്ത്. കർത്താവ് മരണത്തെ രുചിച്ചു, മരണത്തിന്റെ ആ രുചി, ആ ടേസ്റ്റ് ചെയ്തു കർത്താവ്. ഹി വാസ് ഇൻ ഹേഡീസ്. പഴയ നിയമത്തിൽ 1000 വിശുദ്ധന്മാരോട് കൂടെ അവനും 3 ദിവസം 3 രാവും 3 പകൽ എവിടെയാണ്? പാതാളത്തിലാണ്. ആ പാതാളത്തിൽ നിദ്ര കൊള്ളുന്നവരുടെ നടുവിൽ ക്രൈസ്റ്റ് വാസ് ഓൾസോ ഇൻ സ്ലീപ്പ്. 3-ാം നാളിൽ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് അവൻ തന്നെ 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെ ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് പറയാം, അവൻ രണ്ടാമത് വരുമ്പോൾ, അവൻ തിരിച്ചു വരുമ്പോ അവനോട് കൂടെ, ആ വരുന്നതിന്റെ കൂടെ ഇവരെയും വരുത്തും. പിടികിട്ടി? നിദ്ര കൊണ്ടവരെയും കൂടെ വരുത്തും. അല്ലാതെ അവരുടെ കൂടെ അവരെയും വിളിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല. കാരണം യേശുവെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ലെന്ന്. ശ്രദ്ധിക്കേ അവിടെ. കാരണം അപ്പൊ പറയും, അത് ശരിയാ, യേശു ഒന്നാമത് വന്നപ്പോൾ ആരും സ്വർഗത്തിൽ കയറിയിട്ട് അല്ല, അങ്ങനല്ല എഴുതിയേക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, അത് യേശുവിന്റെ ജഡാവതാരം. സ്വർഗത്തിൽ ഇരിക്കുന്നവനായി, എന്റെ അർത്ഥം ഏതാ? യോഹന്നാൻ ഇത് എഴുതുമ്പോ യേശു എവിടെ ഇരിക്കുക? മഹിമയുടെ വലതു ഭാഗത്തിരിക്കുകയാണ്. അപ്പൊ സ്വർഗത്തിൽ ഇരിക്കുന്നവനായി, മനുഷ്യപുത്രനല്ലാതെ ആര് സ്വർഗത്തിൽ? അപ്പൊ യേശു സ്വർഗത്തിൽ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ മഹത്വത്തിൽ വലതു ഭാഗത്ത് ഇരിക്കുമ്പോഴും ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ലെന്നാ. അപ്പൊ പഴയ നിയമത്തിൽ എല്ലാവരും നിദ്ര കൊള്ളുക. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്ന പറഞ്ഞു. ഓക്കെ, മനസ്സിലാവുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കട്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അടുത്തത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം, അതായത് ഭൂമിയിൽ ഫിസിക്കൽ ഡെത്ത് വരാതെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം അതായത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുന്നതിന് നമ്മൾ നിദ്ര കൊണ്ടവർക്ക് മുമ്പാന്ന് പറഞ്ഞാൽ, നമുക്ക് റിസറക്ഷൻ സംഭവിക്കുന്നതിന് മുമ്പ് ഈ നിദ്ര കൊണ്ടവർക്ക് റിസറക്ഷൻ സംഭവിക്കുന്നത്. അപ്പം ഈ കഷ്ടപ്പെട്ട് കരയുക, എല്ലാവരും മരിച്ചു പോകുമ്പോൾ കരയുന്നവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം ഉയർക്കാൻ പോകുന്ന അവരാ, നമ്മളല്ല. നമുക്കല്ല ആദ്യം എന്ത് സംഭവിക്കാൻ പോകുന്നേ?
ഉയർത്തെഴുന്നേൽപ്പും ദൈവരാജ്യത്തിലെ പ്രവേശനം നമുക്കല്ല ലഭിക്കാൻ പോകുന്ന. ആദ്യം ഈ നിദ്ര കൊണ്ടവർക്കാ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, അവരാണ് ഫസ്റ്റ് റാങ്ക്. നിദ്ര കൊണ്ടവർക്ക്, അവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട്, ഞങ്ങൾ സ്വന്തം പറയല്ല, കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് വേണം കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കണം. ഉയർത്തെഴുന്നിട്ട് മരിച്ചുപോയവർ എന്ത് ചെയ്യണം? ഉയർത്തെഴുന്നേൽക്കണം. എന്തിനാ ഒരു ഉയർത്തെഴുന്നേൽക്കുന്നത്? ടു എൻ്റർ ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്, ടു എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പം ഈ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അപ്പൊ ഈ മേഘങ്ങൾ എടുക്കപ്പെടുക എന്നുള്ള വാക്കുകളൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കാൻ പോകുന്നില്ല. ഇവിടെ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, മരിച്ചുപോയ നിദ്ര കൊണ്ടവർ കർത്താവ് വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ശേഷിക്കുന്ന നമ്മൾ അവനോടുകൂടെ we will enter into the kingdom of God. The kingdom of God is spiritual. അപ്പൊ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽപ്പ് ലഭിച്ചു, നിത്യജീവൻ ലഭിച്ചു, അവർക്കും ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ പറ്റി. ആത്മീയ രാജ്യത്ത് ജീവനോടെ ശേഷിക്കുന്ന നമുക്കും എന്ത് പറ്റി? നമുക്കും അകത്ത് ഉയർത്തെഴുന്നേൽപ്പ്, അതായത് അന്ന് എഴുതുന്നവരാ കേട്ടോ, റിസറക്ഷൻ സംഭവിച്ചു. അവർക്കും സ്പിരിച്വൽ കിങ്ഡത്തിലേക്ക് ദൈവം പിതാവ് ഒരുക്കി ആ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ അവർക്ക് ഭാഗ്യം കിട്ടി. ഇനി ഈ രാജ്യം എന്നൊക്കെ പറയുമ്പോൾ ഉടനെ അത് ഫിസിക്കലാണെന്നും നമ്മൾ ചത്തിട്ട് പോവുകയാണെന്നുള്ള പഠന വൈകല്യങ്ങളിൽ നിങ്ങൾ കുരുങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിദ്ര കൊണ്ടവരെ യേശു ക്രിസ്തു അവനോടുകൂടെ വരുത്തും. ഒത്തിരി ലോങ് ആയി പോയേ പറ്റത്തുള്ളൂ, നിവൃത്തിയില്ല. ഷോർട്ട് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഇവർക്ക് റിസറക്ഷൻ സംഭവിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം സാധ്യമാകത്തുള്ളൂ. അവൻ തിരികെ വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വിശുദ്ധന്മാർക്ക് ഉയർപ്പും ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനവും, മുൻകൂടാരം നീങ്ങിപ്പോയാൽ മാത്രമേ വിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി വെളിപ്പെടുത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ഒന്നും കൂടെ, ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് 11ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവിടെ ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ ഹാപ്പൻ ഓൾറെഡി കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഫുൾഫിൽഡ് ആണ്. ഈ നിവൃത്തിയായ സംഭവിച്ചു കഴിഞ്ഞ ഈ പുസ്തകം എടുത്തുകൊണ്ട് ഇനി നിവൃത്തിയാകും എന്ന് പ്രസംഗിക്കുന്നവരെക്കാളും മണ്ടന്മാരി ഭൂലോകത്ത് വേറെ ആളുകളാണ്. എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എപ്പോഴും പറയാനുള്ള വാക്കുണ്ട്, അടിച്ച ലോട്ടറി വീണ്ടും തിരുത്തി ഡേറ്റ് മാറ്റി വിൽക്കുന്ന നടപടിയാണ് ഇന്ന് വെളിപ്പാട് ദിവസം നടക്കാൻ പോകുന്നെന്ന് പറയുന്ന എല്ലാവരും പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇയാൾക്ക് മാത്രമേ ഈ ബോധമുള്ളൂ, ബാക്കി എല്ലാവരും വിവരമില്ലാത്ത? അല്ലല്ല, എല്ലാവർക്കും വിവരമുണ്ട്, എല്ലാവർക്കും കഴിവുണ്ട്, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ വേദപുസ്തകം മനസ്സിലാക്കാൻ നമുക്ക് ഭൗതിക ജ്ഞാനമല്ല വേണ്ടത്, സ്വർഗീയ ജ്ഞാനമാണ് വേണ്ടത്. പിന്നെ ഈ സെൻട്രൽ പാസ്റ്ററേയും സംഘടനയും പേടിക്കാത്തവന്മാർക്ക് മാത്രമേ വേല പറ്റത്തുള്ളൂ, ദൈവവേല. മനസ്സിലായോ? സംഘടനയെ പേടിക്കുന്ന ഒരുത്തന് പോലും, ഒരുത്തൻ പോലും ദൈവത്തിന്റെ ദാസനാണ്. നീ വെറും സംഘടനയുടെ ഊഴിയ വേലക്കാരൻ. ഞാൻ അങ്ങനെ പറഞ്ഞതിനകത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം അറിയുമോ, സത്യവചനം പ്രസംഗിക്കാൻ മടിയാണ് ഇവർക്ക്. IPC, ചർച്ച് ഓഫ് ഗോഡ്, AG, ഷാരോൺ ഫെലോഷിപ്പ്, ആ ഫെലോഷിപ്പ്, ഈ ഫെലോഷിപ്പ്, ഹെവൻലി ഫീസ്റ്റ്, പിന്നെ ലോർക്ക് ഇഷ്ടം പോലുണ്ട്. ഇതിന്റെ എല്ലാ അടിമകളും ഊഴിയ വേലക്കാരാണ്. You are not a man of God. You are not a servant of. If you are a servant of God, you will stand for God and His word. Book of Revelation is fulfilled. ഞാൻ മുമ്പോട്ട് വിടുക. 11ാം അധ്യായത്തിൽ നമുക്ക് ദേവാലയത്തെ അളക്കുന്നതിനെ കുറിച്ച് ഞാൻ പിന്നെ വിശദീകരിക്കാം കേട്ടോ. ഇതൊക്കെ എല്ലാം ഡീറ്റെയിൽഡ് പഠനം നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം 11ാം അധ്യായം താഴോട്ട് വായിക്കുമ്പം ദേവാലയത്തെ കുറിച്ച് പറയുന്നുണ്ട്, അളക്കാൻ പറയുന്നുണ്ട്. പ്രാകാരം അളക്കണ്ടെന്ന് പറഞ്ഞാൽ അത് ജാതികൾക്ക് വിട്ടേക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 2 സാക്ഷികൾ കാണുന്നുണ്ട്. 2 വലിയ വൃക്ഷമാണ്. ഈ 2 സാക്ഷികൾ ആരാണെന്നുള്ളത് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2 സാക്ഷികൾ ആരാന്നുള്ളത് പറഞ്ഞുതരാം. അതിനെക്കുറിച്ച് ഒരു ക്ലാസ് നിശ്ചയമായിട്ട് എടുക്കും. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഇത് കോർപ്പറേറ്റ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇസ്രായേലിലെ 2 സാക്ഷികൾ. ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് ബോഡി. ഇറ്റ് ഈസ് ദ ഹൗസ് ഓഫ് ജൂഡ ആൻഡ് ഹൗസ് ഓഫ് ഇസ്രായേൽ. ആ ഹൗസ് ഓഫ് ഇസ്രായേലിനകത്ത് ജെൻഡൈൽസ് ഉണ്ട്. ഹൗസ് ഓഫ് ജൂഡ യഹൂദ ഗ്രഹത്തെ കാണിക്കുന്നു, ഇസ്രായേൽ ഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ജാതികൾ. അപ്പം യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ദൈവം തനിക്കായി വേർതിരിച്ചിരിക്കുന്ന സാക്ഷികളുടെ ഒരു സമൂഹമാണ് ഈ 2 വ്യക്തികൾ. ഞാൻ പറഞ്ഞത് പിടികിട്ടിയിട്ടില്ല, അതിനെ തെളിയിച്ചോളാം ഞാൻ. ആ സാക്ഷികൾ അവരാണ് രക്തസാക്ഷികളായിട്ട് ഭരിക്കുന്നത്. അവരാണ്, നിങ്ങൾ നോക്കിയേ, അവരുടെ സാക്ഷ്യം. ഇവരെന്തിന്റെ സാക്ഷികളാണ്? എപ്പോഴെന്ത് സാക്ഷി എന്ന വാക്കിന്റെ അർത്ഥമുണ്ട്? നമ്മൾ വായിച്ചിട്ടില്ലേ, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു. അത് യെശയ്യാവ് പ്രവചനം 43ാം അധ്യായത്തിൽ യെശയ്യാവ് പറയുന്നുണ്ട്, അവർ എനിക്ക് സാക്ഷികൾ. 41ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും, അവർ എൻ്റെ സാക്ഷികളാകും.
ഓൾഡ് കവനന്റില് എന്തിന്റെ സാക്ഷികളാണ്? അപ്പോസ്തലന്മാർ എന്തിന്റെ സാക്ഷിയായിരുന്നു? യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷിയായിരുന്നു. അപ്പൊ ഈ യേശുവിനെ വിശ്വസിച്ച ആളുകളെല്ലാം ചെന്ന് ലോകത്തിൽ എന്താ പ്രസംഗിച്ചത്? യേശു വന്നു എന്നല്ല, യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ അവന്റെ സാക്ഷികൾ. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷി, നിങ്ങൾ എന്നെ കണ്ടെന്നും നിങ്ങൾ ഐ വിറ്റ്നസ് ആണെന്ന് പറയണം. ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ സാക്ഷികളാണ്. അപ്പൊ ഈ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോർപ്പറേറ്റ് ബോഡി ഓഫ് ദ ചർച്ച് ഫ്രം ജെന്റൈൽ ആൻഡ് ഫ്രം ഇസ്രായേൽ, ജൂയിഷ് കമ്മ്യൂണിറ്റി. അപ്പൊ ഞാനിങ്ങനെ പറയാം, ദ കമ്മ്യൂണിറ്റി ഓഫ് പീറ്റർ ആൻഡ് ദ കമ്മ്യൂണിറ്റി ഓഫ് പോൾ. അതാണ് ഈ രണ്ട് സാക്ഷികൾ എന്നത്. ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ മാത്രം വെക്കുക. ബാക്കി പഠനങ്ങൾ പുറകെ നമുക്ക് ദൈവം തരട്ടെ. ഓക്കെ, ഇവര് സകല വംശങ്ങളും ഗോത്രക്കാരും ഭാഷക്കാരും ജാതികളും അവരുടെ ശവം 3 ദിവസം കാണും. അടുത്ത വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്, കല്ലറിൽ വെപ്പാൻ സമ്മതിക്കില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെയും ദണ്ഡിപ്പിക്കാൻ ഇതായിട്ട് വരുന്നു. ഇവിടെ കയറി വരുന്ന സ്വർഗത്തിന് മഹാശബ്ദം കേട്ടു. അവർ എന്ത് ചെയ്യും? 3 ദിവസം കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കുന്നു. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്നു. 3.5 ദിവസം കഴിഞ്ഞ ശേഷം, ഈ 3.5 ദിവസം എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ടൈം ഓഫ് ട്രിബുലേഷന്റെ ടൈമാണ്. ഇവിടെ കുറെ 3.5 വർഷം 3.5 ദിവസം എന്നൊക്കെ സിംബോളിക്കലി സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കും ഇപ്പൊ പോകുന്നില്ല. ഈ പഠനം വരുമ്പോൾ ഞാൻ അതിലേക്ക് വരാം. ഇവർ എഴുന്നേറ്റ് നിൽക്കുന്നു, ജീവൻ വന്നു, അവർ എഴുന്നേറ്റുന്നു, അവരെ കണ്ടവർ പരവശരായി തീർന്നു. ഇവിടെ കയറി വരുന്നു സ്വർഗത്തിൽ മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി, അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവർക്ക് റിസറക്ഷൻ കിട്ടിയെന്ന്. പീപ്പിൾ ആർ റിസറക്റ്റഡ്. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ 10-1 ഇടിഞ്ഞു വീണ് ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിക്കുന്നവർ ഭയപരശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഒരു ഉയർപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അതിലേക്ക് ഒറ്റ വാക്ക് നിർത്തുന്നു. ഇവിടെ അവർ സ്വർഗത്തിലേക്ക് കയറി, പാതാളത്തിലേക്കല്ല പോകുന്നത്. അപ്പൊ സ്വർഗത്തിലേക്ക് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധാന്തര മന്ദിരത്തിലേക്കുള്ള വഴി തുറക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ദ പറോസി ഓഫ് ക്രൈസ്റ്റ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം, എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ വിടുക. അപ്പൊ ഇവിടെ ഇവർ ഉയർപ്പ് സാധ്യമാകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരുന്നുണ്ട്. ഞാൻ മടങ്ങി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറയാം. ആദ്യം റിസറക്ഷൻ സംഭവിക്കും. ഈ റിസറക്ഷന് വേണ്ടിയുള്ളതാണ് ഈ റോഷ് ഹഷന്ന എന്ന് പറയുന്നത്. റോഷ് ഹഷന്ന എന്ന് പറയുന്ന കാഹളധ്വനി പെരുന്നാൾ. ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, ഇനാഗുറേഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, കൊറോണേഷൻ ഓഫ് ദ കിങ്. ഇതെല്ലാം നടക്കുന്ന റോഷ് ഹഷന്നയിലാണ്. ഇത് പഴയ നിയമമായിട്ട് ബന്ധമുണ്ട്. അതായത് രാജാവിന് രാജകിരീടം ധരിപ്പിക്കുന്നത്, രാജത്വം ഏൽക്കുന്നത്, മരിച്ചവരുടെ പുനരുദ്ധാനം, ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് കാഹളധ്വനി പെരുന്നാളുമായിട്ട്. എപ്പോഴും ശ്രദ്ധിച്ചോണം, റിസറക്ഷൻ ഓഫ് ദ ഡെഡ് ഈസ് എ പ്രോമിസ് ഓഫ് ദ ഓൾഡ് കവനന്റ് പീപ്പിൾ. പഴയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വാക്തത്വമാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഞാൻ അതിനെക്കുറിച്ച് അതിലേക്കൊന്ന് പോകാം. നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിലേക്ക് വരണം. നോക്കിയേ, യേശുവോ, അതിന്റെ 15-ാം വാക്യം ഒരു വാക്യം, യേശുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവേറിയുമായ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു സ്വർഗത്തിലേക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അടുത്തത്, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അതുകൊണ്ട് അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് അത് യേശുവിന്റെ മരണം, നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന്, നിത്യാവകാശത്തിന് എറ്റേണൽ ഇൻഹെറിറ്റൻസ് ലഭിക്കേണ്ടതിന് അവൻ പുതു നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. അപ്പൊ യേശു ക്രിസ്തു സ്വർഗത്തിൽ പോയി പിതാവിന്റെ അടുത്ത് മധ്യസ്ഥ ചെയ്യുക. എന്തിനാണ്? അവനെ വിശ്വസിക്കുന്നവർക്ക്. വായിച്ചു നോക്കിയേ, ആദ്യ നിയമത്തിന്റെ ലംഘനത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട്, ആ മരണം ക്രിസ്തുവിന്റെ മരണോ? അത് ആദ്യ നിയമത്തിന്റെ ലംഘനത്തിന്റെ മരണോ ഉണ്ടായിട്ട് നിത്യാവകാശത്തിന് വാക്തത്വം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന്. അപ്പം ഒരു കൂട്ടം ആളുകൾ കർത്താവിനെ വിശ്വസിച്ച് വിളിക്കപ്പെട്ട അവർക്ക് എന്ത് കിട്ടണം? നിത്യാവകാശത്തിന്റെ വാക്തത്വം ലഭിക്കേണ്ടതിന് ക്രിസ്തു എന്ത് ചെയ്യുക? പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു.
നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവായ ആവശ്യം, മരിച്ച ശേഷമോ നിയമം സ്ഥാപിക്കപ്പെടുന്നു, സ്ഥിരമാകുന്നു. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ നിത്യരക്ഷ അല്ലെങ്കിൽ നിത്യ അവകാശം ലഭിക്കണം. നിത്യ അവകാശം എന്താ? റിസറക്ഷൻ ആൻഡ് എറ്റേണൽ ലൈഫ്. ഇത് ലഭിക്കാൻ വേണ്ടി യേശു ക്രിസ്തു എന്ത് ചെയ്തിരിക്കുക? മധ്യസ്ഥനാകും. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ വേദവസം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് എഫേസ്യ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു പ്രധാന വാക്യമുണ്ട്. ഞാൻ അതിലേക്കൊന്ന് പോകാം. അപ്പൊ ഈ 1-ാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് എന്ത് കർത്താവ് കൊടുത്തു? പെന്തിക്കോസ്തിന് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. ഈ പരിശുദ്ധാത്മാവിനെ കൊടുക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്താണെന്ന് എഴുതിയിരിക്കുന്നത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ, യഹൂദന്റെ, ജാതികളോട് പറയുമ്പോഴും യഹൂദനെ കുറിച്ച് പറയുമ്പോൾ തന്റെ സ്വന്തം ജനം എന്ന് പറയാം, ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. അതായത് ഇവരെ വീണ്ടെടുത്തിട്ടില്ല. അതായത് 1-ാം നൂറ്റാണ്ടിലെ ഈ യഹൂദന് വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ കർത്താവിന്റെ 2ാമത് വരണം. അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പം ആദിമ സഭയിലെ എന്ത് ചെയ്തിരിക്കുകയാണ്? യഹൂദന്മാരെ കർത്താവ് എന്തിരിക്കുക? മുദ്രയിട്ടിരിക്കുക. എന്തിനാ? പരിശുദ്ധാത്മാവിനെ നൽകി മുദ്രയിട്ടിരിക്കുന്നു. എന്തിന് മുദ്ര എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. അവിടെ കൊടുത്തിരിക്കുന്ന പദം എന്ന് പറയുന്നത്, ഈ ഒരു വസ്തു നമ്മൾ വാങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ ഗഡു എന്ന് പറയത്തില്ല, ആദ്യത്തെ ഗഡു കൊടുത്ത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിട്ട് നമ്മൾ അതിനെ ബുക്ക് ചെയ്യും. അത് പിന്നെ ആ പർച്ചേസ് ചെയ്യാൻ ഞാനൊരു ദിവസം ഇത് ഇവിടുന്ന് കൊണ്ടുപോകും, അതിന് ആദ്യത്തെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് തന്നു. അതാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുമ്പോൾ കൊടുത്തത്. പെന്തക്കോസ് എന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, പെന്തക്കോസിന്റെ അന്ന് എന്താ സംഭവിച്ചത്? ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അവർക്ക് കൊടുത്തു. പരിശുദ്ധാത്മാവിന്റെ ദാനം കൊടുത്തത് നിങ്ങൾക്കൊരു വീണ്ടെടുപ്പ് വരുന്നു, വീണ്ടെടുപ്പിനായി ആത്മാവിനെ കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ് 30-ാം വാക്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദൈവം പെന്തക്കോസിൽ കൊടുത്തത് എന്തിനാ? വീണ്ടെടുപ്പ് നാളിന്റെ മുദ്രയാണ്. പിടികിട്ടിയോ? അപ്പൊ പരിശുദ്ധ റൂഹായെ കൊടുത്ത് മുദ്ര ചെയ്ത് എന്തിനാ? നിങ്ങളെ ഞാൻ ഒരു ദിവസം വീണ്ടെടുക്കും, നിങ്ങളെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും, നിങ്ങൾക്ക് ഞാൻ നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കും. അതിനുവേണ്ടി ഞാൻ സ്വർഗത്തിൽ എന്ത് ചെയ്യുക? കർത്താവ് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിട്ടിരിക്കുന്നു, പരിശുദ്ധ റൂഹയാൽ മുദ്രയിട്ടിരിക്കുന്നു. ഈ ചിത്രം മനസ്സിലായല്ലോ? ഈ മുദ്ര ഇടപ്പെട്ടവർക്ക് എന്ത് കിട്ടാൻ പോവാ? പരിശുദ്ധാത്മാവിനെ കൊടുത്തതിന്റെ തെളിവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കാൻ പോകുന്നു? നിങ്ങൾക്ക് വീണ്ടെടുപ്പ് ലഭിക്കാൻ പോകുന്നു. മാത്രമല്ല നിങ്ങൾക്ക് റിസറക്ഷൻ ലഭിക്കാൻ പോകുന്നു. ഈ റിസറക്ഷൻ സാധ്യമാണെങ്കിൽ യേശു ക്രിസ്തു 2ാമത് മടങ്ങി വരണം. യേശു ക്രിസ്തു 2ാമത് മടങ്ങി വന്നാൽ മാത്രമേ വിശുദ്ധാന്തര മന്ദിരത്തിലേക്കുള്ള വഴി തുറക്കപ്പെടത്തുള്ളൂ. ആ 2ാം വരവിലാണ് എന്ത് ചെയ്യുക? മുൻകൂടാരം നീങ്ങിപ്പോവുക. അതുകൊണ്ടാണ് ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞു പോവുകയും പുതിയ നിയമം സ്ഥാപിക്കപ്പെടുകയും പുതിയ ആലയം രംഗത്ത് വരികയും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഈ എനിക്ക് തോന്നുന്നു വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഞാനൊരു ആ വാക്യം നോക്കട്ടെ. നമ്മൾ വെളിപ്പാട് ആ വാക്യം എൻ്റെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലോട്ട് വരുന്നില്ല. അതായത് ഓക്കെ, 7ാമത്തെ കാഹളം ഊതുക. നമുക്കറിയാലോ ഈ കാഹളത്തിനകത്ത് 7ാം കാഹളം, അത് അന്ത്യകാഹളം. 7ാം കാഹളം ഊതിയപ്പോൾ ലോകരാജ്യത്തും നമ്മുടെ കർത്താവിനും അവന്റെ 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ലോകരാജ്യത്തും നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. 7ാം കാഹളം എന്ന് പറഞ്ഞാൽ അന്ത്യകാഹളമാണ്. അത് ദൈവരാജ്യം വെളിപ്പെട്ടു. ക്രിസ്തുവിനും നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ മഹാഘോഷം ഉണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ് വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞ, സർവ്വശക്തിയുടെ കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപം വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരെ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവർക്കും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള കാലം വന്നു. ഇതേതാ പ്രതിഫലം കൊടുക്കുന്ന ആളെന്നാ? മനുഷ്യപുത്രന്റെ ശക്തിയോട് വരുന്നത് കാണുമ്പോൾ മരണം ആസ്വദിക്കാതെ ഈ നിൽക്കുന്നതിൽ ചിലരുണ്ടെന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കും. ഇറ്റ് ഈസ് എ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. സോ ഇവിടെ കമ്മിങ് ഓഫ് ക്രൈസ്റ്റിൽ എന്ത് പറയുകയാണ്? ന്യായം വിധിക്കാൻ വന്നിരിക്കുന്നു, പ്രതിഫലം കൊടുക്കാൻ വന്നിരിക്കുന്നു. അടുത്തത് അപ്പോൾ
സ്വർഗത്തിലെ ദേവാലയം തുറന്നു. ശ്രദ്ധിക്കണം, എപ്പോഴാ? വിശുദ്ധാന്തര മന്ദിരത്തിലേക്കുള്ള വഴി ഇതുവരെ തുറക്കപ്പെട്ടിട്ടില്ല, പ്രവേശിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ഏഴാമത്തെ കാഹളം, കർത്താവിന്റെ കമ്മിങ് വരുമ്പോൾ സ്വർഗത്തിൽ ദേവാലയം തുറന്നു. ദേവാലയം തുറന്നു എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹോളി പ്ലേസ് തുറന്നു. അവന്റെ നിയമപെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിയമപെട്ടകം ഇരിക്കുന്ന എവിടെയാ? മോസ്റ്റ് ഹോളി പ്ലേസിലാണ്. അപ്പൊ ഏഴാമത്തെ കാഹളധ്വനിയിൽ മാത്രം ആലയം തുറക്കപ്പെടുന്നു, നിയമപെട്ടകം പ്രത്യക്ഷപ്പെടുന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. ദാറ്റ് ഈസ് ദ ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഓരോ പ്രകടനങ്ങളാണ്. ഇവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഏഴാമത്തെ കാഹളത്തിൽ രാജ്യത്വം ദൈവത്തിൻ്റെതായി. അപ്പൊ ദൈവരാജ്യത്തിന്റെ ക്രിസ്തുവിനാകുമ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനം, ആ മരിച്ചവർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ചു. ജീവനോടെ ശേഷിക്കുന്ന നമുക്കും, അതായത് അന്ന് എഴുതുന്ന സമയത്തുള്ള ആ പൗലോസ് പറഞ്ഞ ആ നമുക്കും ജീവൻ ലഭിക്കുന്നു, റിസറക്ഷൻ ലഭിക്കുന്നു. അവർക്കും ഓൾഡ് ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് ന്യൂ ടെസ്റ്റമെന്റിലേക്ക് അവരെയും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് ആ ഹയർ തലത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് മേഘത്തിൽ എടുക്കപ്പെടും എന്നൊക്കെ പറയുന്ന അർത്ഥം. ദേ വിൽ ബി എലിവേറ്റഡ് ടു ദ ന്യൂ കവനന്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇപ്പൊ ഞാൻ എൻ്റെ അറിവിൽ സംസാരിക്കുന്നു, എത്ര പേർക്ക് അത് ഗ്രഹിക്കാൻ എനിക്കറിയില്ല. എനിവേ, ഒരുപാട് ഡൗട്ട്സ് വരാൻ സാധ്യതയുണ്ട്. ഷുഡ് നിങ്ങളുടെ ഡൗട്ട്സ് താഴെ എഴുതിക്കണം, നമുക്കത് ഓരോന്നോരോന്നായിട്ട് ധ്യാനിക്കാൻ ശ്രമിക്കും. ശരി, ഞാൻ പറഞ്ഞ ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ പോവാം. മെശിഹാ തമ്പുരാന്റെ വരവിലാണ് ദേവാലയം തുറക്കപ്പെടേണ്ടതും നിയമപെട്ടകം ഇരിക്കുന്ന വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം. ഇനി ഈ വെളിപ്പാട് ദിവസത്തിന് ഒരു വാക്യോട് വായിച്ച് ഞാൻ അങ്ങ് നിർത്താം. നമ്മളെല്ലാവരും പറയുന്നൊരു ഇഷ്ടപ്പെടുന്നൊരു വാക്യം, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇന്നു മുതൽ എന്ന് പറഞ്ഞാൽ ഏതാ? ഇറ്റ് ഈസ് ദ ഈവന്റ് സെക്കൻഡ്. ഇത് വെളിപ്പാട് ദിവസം മുഴുവൻ കർത്താവിന്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഇന്നു മുതൽ എന്ന് യോഹന്നാൻ എഴുതി ഒരു വലിയ മെസ്സേജാണ്. ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ പറഞ്ഞ അർത്ഥം എന്താ? ഇന്ന് ഇതിന് മുമ്പ് വരെ മരിച്ചവരല്ല എവിടെയാണ്? ദേ ആർ ഗോയിങ് ടു ദ പാരഡൈസ്, നോ, ഹേഡീസ്, ഷിയോളിൽ പോവാണ്. എന്നാൽ ആഫ്റ്റർ ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ഇതൊരു റെവലേഷൻ, ഇതൊരു മെസ്സേജ്. മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടുകയാണ്? അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവർക്ക് എന്ത് ചെയ്ത്? ഇതുവരെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് തീർന്നിട്ടില്ല, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അവരെന്തൊക്കെ ചെയ്തോ അത് അവരെ പിന്തുടരുന്നു. ദാറ്റ് മീൻസ് ദേ വർ നോട്ട് ഇൻ ഹേഡീസ് ആഫ്റ്റർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ് ഓഫ് ചർച്ച് അവർ ഭാഗ്യവാന്മാരാണ്. കാരണം ദേ ആർ നോട്ട് ഗോയിങ് ടു റെസ്റ്റ്, എവിടെയോ പോയി ഉറങ്ങാൻ പോവല്ല. അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ദേ ആർ എലൈവ്. ദേ കൻ ഡയറക്ട്ലി ഗോ ടു ദ ഹെവൻലി പ്ലേസസ്. ദൈവത്തോട്, ദൈവ സാന്നിധ്യത്തിലേക്ക് ഡയറക്റ്റ് അവർക്ക് പ്രവേശനം ആഫ്റ്റർ ദ സെക്കൻഡ് കമ്മിങ്. ഇന്നു മുതൽ ക്രിസ്തുവേശുവിൽ മരിക്കുന്ന മൃതന്മാർ, ഞാൻ ഇതിന്റെ കോൺടെക്സ്റ്റ് പിന്നെ വിശദീകരിച്ചോളൂ. അതല്ല, ഞാൻ ഒരു 100 പ്രസംഗത്തിന്റെ കാര്യം ഞാനിപ്പോ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നത്, നമ്മുടെ ശവമടക്ക് ശുശ്രൂഷകൾ, ഫ്യൂണറൽ സർവീസുകളെല്ലാം വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട് ഇല്ലേ? നമ്മുടെ മേശമേൽ തിരുമേശ കഴിഞ്ഞ ശേഷം അപ്പവീഞ്ഞുകൾ ശേഷിക്കുമ്പോൾ പാസ്റ്റർമാർ പറയുന്നൊരു കാര്യമുണ്ടല്ലേ, മേശമേൽ അപ്പവീഞ്ഞുകൾ ശേഷിച്ചിരിക്കുന്നു. ഇത് 2 കാര്യം വിളിച്ചു പറയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. 2 അനേകായിരങ്ങൾ ഇതിൽ പങ്കാളികളാകുവാൻ സഭയ്ക്ക് പുറത്തുണ്ട്. ഇങ്ങനെ പറയും. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഓരോ ശ്മശാനത്തിലും ഓരോ ശവസംസ്കാര ശുശ്രൂഷയിലും വിളിച്ചു പറയുന്ന പ്രസംഗങ്ങളും വാക്കുകളും ഒരു കാര്യം ശക്തമായി വ്യക്തമായി സുബോധമില്ലാതെ വിളിച്ചു പറയുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞു. അവസാനം പ്രാർത്ഥിക്കുമ്പോഴും ഇങ്ങനെ പറയും: ആമേൻ കർത്താവായ യേശുവേ, വേഗം വരണമേ. എന്തൊരു രസമല്ലേ! നമ്മുടെ പ്രിയപ്പെട്ടവൻ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യേശു രണ്ടാമത് വന്നു എന്നർത്ഥം. യേശു രണ്ടാമത് വന്നില്ലെങ്കിൽ ഈ സഹോദരൻ മരിച്ചിരിക്കുന്നു, നിത്യതയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അദ്ദേഹം ദൈവസന്നിധിയിൽ പോയി എന്ന് പറയുമ്പോൾ, അദ്ദേഹം മരിച്ചു എന്ന് സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം കർത്താവ് വന്നു എന്ന് നിങ്ങൾ രഹസ്യമായി പ്രഖ്യാപിക്കുന്നു, അൺകോൺഷ്യസ്ലി.
എന്നിട്ട് നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് പ്രസംഗിച്ചിട്ട് അവസാനം പറയുന്നു, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ, നീ വരുമ്പോൾ ഈ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് ആകപ്പാടെ ഒരു മിക്സർ പരുവത്തിന് നമ്മുടെ ശുശ്രൂഷകൾ അവസാനിക്കും. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ക്ലോസ് ആളോട് ഞാൻ പറഞ്ഞിട്ട്, when I die, never ever read this all മരണ സ്ക്രിപ്ചർ വായിക്കേണ്ട ആവശ്യമില്ല. ഭക്തിയുള്ള ഏതെങ്കിലും പുരുഷന്മാർ കൊണ്ടുപോയി എന്നെ എവിടെയെങ്കിലും അടക്കുക, ഒരിക്കൽ പോലും മണ്ണ് വാരി എൻ്റെ പുറത്തിട്ടിട്ട് നീയോ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തെങ്കിൽ ഓഹരിവരായപ്പം വരുമെന്ന് പറയരുത്. എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നും പറയരുത്. ഞാൻ ഓൾറെഡി ഉയർത്തെഴുന്നേറ്റ ആളാണ്. ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഞാൻ ജീവനോടെ അല്ലെങ്കിൽ ഞാൻ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പോകാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു അവകാശം ഞാൻ തരിക. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ള അബദ്ധങ്ങൾ ഈ പ്രസംഗിച്ച് ജോൺ ലോറൻസ് പ്രസംഗിച്ചതിൽ അതിൽ തന്നെ ആയിരിക്കണം ജോൺ ലോറൻസ് അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടത്. അല്ലാതെ കർത്താവ് താൻ ഗംഭീരനാഥത്തോട് വരുമ്പോൾ ജോൺ ലോറൻസ് എഴുന്നേൽക്കുമെന്ന് നിങ്ങൾ ആരും പറയരുത്. എന്നെ കേട്ടോണ്ടിരിക്കുക എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ ഒരു പാസ്റ്ററെ അനുവദിക്കുകയും ചെയ്തു. ഇത് ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണം. ഇപ്പൊ നിങ്ങൾ പറയൂ ഇയാൾ എന്തോ പറയുന്നത്. കാരണം എനിക്ക് മരണത്തെ പേടിയില്ലാത്തതുകൊണ്ടാണ്. കാരണം ഒരു വിശുദ്ധൻ പോലും മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനൊരു പാട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ പാട്ട് ഒത്തിരി ആൾക്ക് അറിയത്തില്ല, കൂടുതലൊന്നും പബ്ലിഷ് ചെയ്യാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട്. ആ വരികൾ ഇങ്ങനെയാണ്: മണ്ണിലൻ മിഴികൾ ആടഞ്ഞാൻ, വിണ്ണിൽ ഞാൻ എത്തിയിടും മുടിയിൽ, കൺകൾ തുറന്നു ഞാൻ കാണും കാൽവരി സ്നേഹത്തിൻ രൂപം. ഈ വെളിപ്പാടൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ എഴുതിയ പാട്ടാണ്. മണ്ണിൽ എൻ മിഴികൾ അടഞ്ഞാൽ, വിണ്ണിൽ ഞാൻ എത്തിടും നൊടിയിൽ, കൺകൾ തുറന്ന് ഞാൻ കാണും കാൽവരി സ്നേഹത്തിൻ രൂപം. ദൈവം ഈ വെളിപ്പാടിലേക്ക് ഞാൻ വരുമെന്ന് തന്നെ വിചാരിച്ച് നേരത്തെ തന്നൊരു അൺകോൺഷ്യസ്ലി എഴുതിയ ഒരു മെസ്സേജ്, ഒരു പാട്ടായി. സോ അതുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ഭൗതിക ലോകത്തെ ജീവിതവും പ്രത്യാശയുള്ള ജീവിതവും ഉറപ്പുള്ള ജീവിതവും ഞാൻ ആശംസിക്കുന്നു. കാരണം ഓൾറെഡി നമ്മുടെ കർത്താവായ യേശു വന്നു കഴിഞ്ഞു. We are living in the kingdom of God. We are in the new heavens and the new earth. We got the participation in the tree of life. ഏകസത്യ ദൈവമായ അങ്ങയെയും അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നത് നിത്യജീവനാകയാൽ പിതാവിനെ അറിയുവാൻ ഭാഗ്യം ലഭിച്ച് നിത്യജീവന്റെ പങ്കാളികളായവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുറച്ച് ദൈർഘ്യമുണ്ട് ഈ മെസ്സേജിന്. ഇത് കേട്ട് ഇത് വളരെ സ്വസ്ഥമായി ക്ഷമയോടെ കേട്ട ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിർബന്ധം നമ്മുടെ കമന്റ് ബോക്സിലോ ഇൻബോക്സിലോ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയത്തെ ആവശ്യപ്പെടാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണും വരെ കർത്താവ് ഏവരെയും ആശീർവദിക്കട്ടെ.